ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. The one who promised is faithful. ഞാൻ ഇന്ന് നേരെ ആ സന്ദേശത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ സന്ദേശം വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. He who promised is faithful. I'm getting straight into my message, which is he who promised is faithful. Amen. Glory to God. Amen. Hallelujah. Glory to God. Hallelujah. നവംബർ മാസത്തിന്റെ ആമേൻ ഹല്ലേലൂയ 9ാമത്തെ ദിവസമാണ് നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്നത്. We are on the 9th day of the month of November. നവംബർ മാസം എന്ന് പറയുന്നത് 11ാമത്തെ മാസം അല്ലേ? The 11th month. ഈ 11ാമത്തെ മാസത്തിൽ ഇനി ഏതാനും ദിവസങ്ങൾ കൂടെ കഴിയുമ്പോൾ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുക. Few days on and we would step into the new year. അങ്ങനെയാണെങ്കിൽ ഈ 11ാം മാസം നമുക്ക് ചില സ്ഥിരീകരണങ്ങൾ സംഭവിക്കണം. Certain confirmations have to happen in this month of November. Praise God. Hallelujah. Hallelujah. ഇന്ന് ചില സ്ഥിരീകരണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. Certain confirmations have to happen in this day. Hallelujah. Hallelujah. Permanent solutions ചില കാര്യത്തിനകത്ത് ഉണ്ടാകണം. We need to have permanent solution in certain എബ്രായർക്ക് എഴുതിയ matters. ലേഖനം 11ാം അധ്യായത്തിന്റെ 11ാം വാക്യം തന്നെ നമുക്ക് നോക്കാം. Let's go to Hebrews 11:11. ആമേൻ. വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. 11ാം മാസമായതുകൊണ്ട് തന്നെ 11ാമത്തെ അധ്യായത്തിന്റെ 11ാമത്തെ വാക്യം തന്നെ നമുക്ക് ആമേൻ ഉപയോഗിക്കാം. Because it's the 11th month, let's go to the 11th chapter of Hebrews and the 11th verse. രണ്ട് വാക്കുകൾ എഴുതിയിരിക്കുന്ന വിശ്വാസത്താൽ വിശ്വസ്തൻ. വിശ്വാസത്താൽ ഒരു വ്യക്തിയുടെ അകത്ത് വിശ്വാസം വരുമ്പോഴേ മറ്റൊരു വ്യക്തിയെ വിശ്വസ്തനെന്നും കാണാൻ കഴിയത്തുള്ളൂ. By faith Sarah herself also received strength to conceive the seed, and she bore a child when she was past age, because she judged him faithful who രണ്ട് had promised. ഗ്രീക്ക് വാക്കുകൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പിസ്തിസ് എന്ന് പറയുന്ന വാക്കാണ്. ഈ വിശ്വാസത്തിന് ഉപയോഗിക്കുന്നത് പിസ്തിസ് എന്ന് പറയുന്ന വാക്കാണ്. എന്നാൽ ആരെയാണ് വിശ്വസിക്കുന്നത്, ആരെയാണ് വിശ്വസ്തൻ എന്ന് കാണുന്നത്, ആ വിശ്വസ്തൻ എന്നുള്ള വാക്കിന് പിസ്തോസ് എന്നാണ് പറയുന്നത്. The word faithful, the faith is After a long pistis, time seeing you. and the one who is faithful is Come. pistos. Come forward. Come to the front. ഇവര് ഡോക്ടേഴ്സ് ആയതുകൊണ്ട് എനിക്കിനി മെഡിക്കൽ ടേംസ് ഒക്കെ ഉപയോഗിക്കാൻ വെച്ചൊരു പാടാം. ആമേൻ. അപ്പം പിസ്തിസ് ആൻഡ് പിസ്തോസ്. So we have two words, pistis and pistos. പിസ്തിസ് എന്ന് പറഞ്ഞാൽ വിശ്വാസത്താൽ എന്റെ അകത്തിരിക്കുന്നതിനാണ് പിസ്തിസ് എന്ന് പറയുന്നത്. എന്റെ അകത്തിരിക്കുന്നതിന് പിസ്തിസ് എന്ന് പറയുന്നത്. What I have inside in me is called pistis. ആരെയാണ് ഞാൻ അങ്ങനെ കാണുന്നത്, അയാൾ പിസ്തോസ് ആയിരിക്കും. The one whom I view as faithful is pistos. അപ്പൊ ഇങ്ങനെയൊക്കെ പറയാമെങ്കിൽ നമ്മുടെ പാസ്റ്റർ രഞ്ജൻ ഉണ്ടായിരുന്നേ ഉടനെ പോയി പിസ്ത കഴിച്ചേനെ. ഹല്ലേലൂയ. അപ്പൊ വിശ്വസ്തനെന്ന് എണ്ണിയപ്പോൾ When he was counted as faithful, നിങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെ എണ്ണുകയാണെങ്കിൽ നടക്കാത്ത കാര്യമുണ്ട്. നടക്കാത്തൊരു കാര്യം നടക്കാൻ വേണ്ടിയുള്ള ശക്തി അതിനകത്ത് വന്നിറങ്ങും. when you count him as faithful, the power to make it happen what is impossible would come into that matter. ഒന്ന് ദിനവൃത്താന്തം 17ാം അധ്യായത്തിന്റെ 27ാം വാക്യം കൂടെ നോക്കാം. ഫസ്റ്റ് ക്രോണിക്കിൾ 17:27. അതുകൊണ്ട് അടിയന്റെ ഗ്രഹം തിരുമുമ്പാകെ എന്നേക്കും ഇരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിപ്പാൻ നിനക്ക് പ്രസാദം തോന്നിയിരിക്കുന്നു. കർത്താവെ നീ അനുഗ്രഹിച്ചിരിക്കുന്നു, അത് എന്നേക്കും അനുഗ്രഹിക്കപ്പെടും. ഇവിടെ പറയുന്നത് കർത്താവെ നീ അനുഗ്രഹിച്ചിരിക്കുന്നു. അത് എന്ന് പറയുന്ന വാക്ക് വീടിനെ കുറിച്ചാണ് പറയുന്നത്. ബർത്ത്, ഗ്രഹം, അത് എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. അപ്പോൾ ദൈവിക അനുഗ്രഹം ഭവനത്തിലേക്കാണ്, വ്യക്തിയിൽ കൂടി ആ ഭവനത്തിനകത്ത് വരേണ്ടി ആ ഭവനം എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടിരിക്കണം എന്നുള്ളതാണ്.
Now you have been pleased to bless the house of your servants, that it may continue before you forever, for you have blessed it. The blessing of God always flows into our house. ദൈവത്തെ സംബന്ധിച്ചോളം നമ്മൾ ദൈവിക സങ്കല്പത്തിൽ വരുമ്പോൾ ദൈവത്തിന് എപ്പോഴും ഒരു ഭവനമാണ് ഏറ്റവും വലിയ വിഷയം. ഭവനം, പുത്രൻ, ഭവനം, ഫെലോഷിപ്പ്, ഇതൊക്കെയാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ നമ്മളോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ അതിന്റെ പ്രതികരണങ്ങൾ, റിഫ്ലക്ഷൻസ്. God's reflections of love towards us is always within the family or a house. വീടെന്ന് പറയുന്നത് ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ദൈവഗൃഹം. God loves our house. അപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം വരുന്നത് ദൈവഗൃഹത്തിലേ വരത്തുള്ളൂ, ദൈവത്തിന്റെ ഭവനത്തിലേ വരത്തുള്ളൂ. So God's blessings would come into God's house. അപ്പോൾ അതുകൊണ്ട് തന്നെ കർത്താവ് അനുഗ്രഹിച്ചാൽ ആ ഭവനം ഒരിക്കൽ കുറച്ചു നാളത്തേക്കല്ല അനുഗ്രഹിക്കപ്പെട്ടു, എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും. So if God blesses a house, it is blessed forever. അപ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കണം, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഭവനത്തിനകത്ത് അനുഗ്രഹമുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ഭവനം എന്നും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. If you are a blessed person in your house will be blessed നമ്മുടെ forever. കുഴപ്പമെന്ന് നമ്മൾ അനുഗ്രഹിക്കട്ട് ഭവനം തീരുന്നുണ്ട് നമ്മൾ ഈ വേണ്ടാത്ത വർത്താനം പറയും. ഞാൻ എന്നെ ഇങ്ങനെ ആയിപ്പോയത്, എനിക്ക് മാത്രമല്ല ഇങ്ങനെ കുഴപ്പം, ഇങ്ങനെ നമ്മൾ അറിയാതെ നെഗറ്റീവായ കാര്യങ്ങൾ പറയും. The problem is we sit in a blessed house and ignorantly speak negative things. Why did this happen to me? Why am I like this? അതുകൊണ്ട് ഇവിടെ പറയുന്നത് കർത്താവേ നീ അനുഗ്രഹിച്ചിരിക്കുന്നു, അത് എന്ന് പറഞ്ഞാൽ ഈ ഗൃഹം എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടതാണ്. That's why it says the Lord, you have blessed this house and it is blessed forever. Which means lasting blessing ആണ്. ഇത് വെച്ചാൽ നിലനിൽക്കുന്ന അനുഗ്രഹമാണ് കർത്താവ് തന്നിരിക്കുന്നത്. Which means the Lord has given you lasting And blessing. that is actually a permanent solution for a person. ഒരു വ്യക്തിക്ക് അത് സ്ഥിരമായിരിക്കുന്ന ഫലകരമായിരിക്കുന്ന ഉത്തരമായിട്ട് അത് തീരുന്നത്. And that is a permanent solution for a person. അപ്പൊ അങ്ങനെയുള്ള കാര്യമാണ് കർത്താവ് നമുക്ക് തരുന്നത്. എന്തുവാ? പെർമനന്റ് സൊല്യൂഷൻ ആണ് കർത്താവ് തരുന്നത്. And so the Lord gives us permanent solution. അപ്പൊ അതിനകത്ത് സമാധാനം, സന്തോഷം എല്ലാം പെർമനന്റ് ആണ്. So within that, joy, peace are all permanent. നമ്മൾ പേഴ്സണലി നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മൾ ഇന്നത്തെ ദിവസം ഭയങ്കര സന്തോഷമായിരിക്കും, നാളെ അതുകൊണ്ട് മുഖം വാടിയിരിക്കും, ആരാണ്ടോട് കെറിവിച്ചതുപോലെ. Today we are joyful, tomorrow we are upset. ഈ മൈൻഡ് എന്ന് പറയുന്ന ഈ സാധനത്തിന് ഈ സമാധാനത്തെ ആഘോഷിക്കാൻ, എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. സമാധാനം, സന്തോഷം ഈ മനസ്സിന് പറ്റുന്നില്ല അങ്ങോട്ട്. Your mind is not allowing you to enjoy joy and peace. ഇതിനെ സാറായിക്ക് സംഭവിച്ചത് എന്തുവാ? സാറായിക്ക് ഇപ്പൊ ഇത്രയും നാളായിട്ടും ബാരൻ വുമൻ അല്ലെ, അവളുടെ ഗർഭപാത്രത്തിനകത്ത് ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷെ അവൾ കാണുന്നത് എങ്ങനെയാ? കർത്താവ് വിശ്വസ്തനാ. Nothing was happening to Sarah's womb, but she found God is faithful. കർത്താവിൽ കൂടി തരുന്നത് ടെമ്പററി അല്ല, പെർമനന്റ് ആണെന്ന് നമ്മൾ വിശ്വസിക്കണം. സ്ഥിരമായി നിൽക്കുന്നതേ സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് തരത്തുള്ളൂ. So what God gives us is something permanent. അത് പരിശുദ്ധാത്മാവിൽ കൂടിയാണ് നമുക്ക് ഈ സന്തോഷവും സമാധാനവും എല്ലാം കൈമാറ്റം ചെയ്യപ്പെടുന്നത്. It is through the Holy Spirit that this joy and peace is handed over. പരിശുദ്ധാത്മാവിൽ കൂടി തരുമ്പോൾ യോഹന്നാൻ 16-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ എന്നേക്കുമായിട്ട് നമുക്ക് തന്നിരിക്കുന്ന സ്ഥിരമായിട്ടുള്ളതാണ് ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. Holy Spirit is also given to us permanently. പഴയ നിയമത്തിൽ ശ്രദ്ധിച്ചാൽ പരിശുദ്ധാത്മാവ് വന്നു പിന്നെ ആൾക്കില്ല, വിട്ടച്ചു പോവുക, വന്നും പോവുകയും ചെയ്യുകയാണ് പരിശുദ്ധാത്മാവ്. In the Old Testament we see the Holy Spirit comes upon a person and can leave a person. ഇവിടെ യേശു പറഞ്ഞു, ഞാൻ പോകുന്നതല്ലതാ, ഞാൻ പോയി കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് സ്ഥിരമായി നിങ്ങളുടെ കൂടെ ഇരിക്കാനാണ് പിതാവ് അയക്കുന്നതെന്നാ പറയുന്നത്. That's why Jesus said it is good that I'm going away. When I go away, the Father will send the Holy Spirit who will be with you. കൃപായുഗം എന്നൊക്കെ പറയുമ്പോൾ ആത്മാവിന്റെ യുഗം എന്ന് വേണേ മനസ്സിലാക്കാം. കൃപായുഗം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ, നമുക്കൊരു തരത്തിലും ഗുണങ്ങൾ കിട്ടേണ്ടതല്ല, പക്ഷെ ദൈവം നമ്മളോട് കനിവ് തോന്നിയിട്ട് എല്ലാ ഗുണങ്ങളും തരിക. ആ തന്നതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ആണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. In the era of grace, we don't deserve anything, but the best of what God has given us is the Holy Spirit. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിന്റെ സകല അനുഗ്രഹം പരിശുദ്ധാത്മാവിൽ കൂടി നമ്മളിലേക്ക് ഒഴുകുകയാണ്. So all the blessings of heaven flows to us. Hallelujah. Hallelujah. തലമുറകളിലേക്ക് ഇറങ്ങിച്ചെല്ലണമെന്ന് ദൈവത്തിന്റെ ആഗ്രഹം. And God's desire is that it goes to generations. ഞാൻ കഴിഞ്ഞാൽ പിന്നെ ഇനി ഒന്നും കാണത്തില്ലെന്നല്ല, എന്നിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് ഈ അനുഗ്രഹം ഇറങ്ങിച്ചെല്ലും. It has to flow from me
to the next എന്ന് generation. പറഞ്ഞാൽ അതൊരു കണ്ടിന്യൂറ്റി ഉള്ളതാണ് ദൈവത്തിന്റെ അനുഗ്രഹം. Which means God's blessing is continual. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ടെമ്പററി അല്ല, പെർമനന്റ് സൊല്യൂഷൻസ് ആണ് സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് തരുന്നത്. That's why God gives us permanent solutions from heaven. ദൈവം not temporary. അബ്രഹാമിനോട് 12-ാം അധ്യായത്തിൽ ജെനസിസ് 12-ൽ പറയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. God promises Abraham in Genesis 12 that I will 15-ാം bless you. അധ്യായത്തിനകത്ത് അബ്രഹാം ദൈവത്തോട് ചോദിക്കുക, നീ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് തലമുറയൊന്നും ഇല്ലല്ലോ. In the chapter 15, Abraham asked God, you said you will bless me, but I don't have an heir. 25 വർഷമായല്ലോ, എനിക്കൊന്നുമില്ല. ഈ ദമശ്കേക്കാരനായിരിക്കുന്ന എലിയാസർ അല്ലാതെ അത് വേറെ ആരാ എനിക്കുള്ളത്? Who is going to be my heir? Is it going to be my servant Eliezer of Damascus? അവിടെ ഈ 11-ാം അധ്യായം എബ്രായർ 11-ന്റെ എഴുതിയിരിക്കുന്നു, വിശ്വാസത്താൽ സാറ ഈ വാക്ക് പറഞ്ഞവന് വിശ്വസ്തനെണ്ണി തനിക്ക് പുത്രൻ ഉണ്ടാകേണ്ടതിന് വേണ്ടുന്ന ശക്തി ആർജിച്ചെടുത്തു. That's why it says in Hebrews 11 that Sarah believed and also received strength to conceive and bear a child when she was past age, because she counted him faithful. Now she has faith to conceive. ഗർഭധാരണം നടത്താനുള്ള വിശ്വാസം അവിടെ അകത്തു വന്നു. Sarah received the faith to conceive. 4 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഇതിൽ നിന്ന് പറയാം. ഒന്നാമത് നമുക്ക് വേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞത് സ്റ്റേജ് ഓഫ് കൺസെപ്ഷൻ, ഗർഭധാരണത്തിനുള്ള ഒരു അവസ്ഥയാണ് വേണ്ടത്. What we need is a stage of conception. Without it, no pregnancy. കൺസീവ് ചെയ്യാതെ എങ്ങനെ ഒരു പ്രഗ്നന്റ് ആകുന്നത് എങ്ങനെയാ, അല്ലെങ്കിൽ അതിന്റെ മുമ്പോട്ടുള്ള വളർച്ചകൾ എങ്ങനെയാ ഉണ്ടാകുന്നത്? If we don't conceive, how can we get pregnant? ഗ്രീക്ക് വാക്ക് അതിനകത്ത് കാറ്റബോള എന്നൊരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. എബ്രായ ഭാഷയിൽ ഹാര എന്നുള്ള വാക്കാണ് ഇവിടെ ഈ കൺസീവ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇംഗ്ലീഷിൽ അതിന് മറ്റൊരു വാക്ക് കൊടുത്തിരിക്കും, ഇമാജിൻ എന്ന വാക്ക്. ഇമാജിൻ, കാണുക, സ്വപ്നം കാണുക, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ചിന്തിക്കുക. The English word for conception or conceive is to imagine. സാഹചര്യമല്ല, ദൈവത്തിന്റെ ഒരു വാക്ക് പുറത്തോട്ട് വരുമ്പോൾ ആ വാക്കിനെ നമ്മൾ ചിന്തയിലേക്ക് കൊണ്ടുവന്നിട്ട് ചിന്തിക്കാൻ തുടങ്ങണം. When the word of God comes out, irrespective of circumstance, you must begin to imagine that. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്തൊരു കാര്യം ചിന്തയിലേക്ക് വരുമ്പം അതെന്ത് ചെയ്യും? ഗർഭധാരണം നടത്തണം, കൺസെപ്ഷനിലേക്ക് അതിനെ വിടണം. And when that imagination comes, it should lead to conception. ഒന്നും നടക്കത്തില്ലെന്ന് പറയുന്നിടത്ത് ചിന്തകളെ അല്ലെ മനസ്സിനെ സാധ്യതകളിലേക്ക് ചിന്തിപ്പിക്കണം. When there is total impossibility, you must lead your mind to imagine and conceive it. ആ ചിന്തയാണ് സാറായ്ക്ക് ഉണ്ടായിരുന്നത്. And that kind of conception Sarah had. ഹല്ലേലൂയ. Hallelujah. സാറായുടെ അകത്ത് വിശുദ്ധിയിൽ നടക്കുന്ന എങ്ങനെയാന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആൾക്കാർക്കല്ല എന്ത് പറ്റുന്നത്, ചർച്ച വരുന്നവർക്കല്ല എങ്ങനെ ഞാൻ വിശുദ്ധിനെ നടക്കുന്നു പറഞ്ഞ് ചിന്തിച്ച് പുറകോട്ടൊക്കെ പോവാം. എന്നെ കൊണ്ടൊക്കത്തില്ലെന്ന് പറഞ്ഞു. People who come to church are busy worrying about how to be holy. Finally they go back. അവിടെ ഞാൻ എപ്പോഴും പറയുന്നത്, നീ വിശുദ്ധനാകാൻ ശ്രമിച്ചാൽ കുഞ്ഞെ നടക്കത്തില്ല. I always say, you try to be holy, it's not going to work out. അങ്ങനെ ഞാൻ പറയുന്നുണ്ട് തന്നെ ഒത്തിരി പേർക്ക് എന്നോട് വിരോധമാണ്. And many are offended when I say that. വിശുദ്ധി നടക്കണം വിചാരിച്ചാൽ നടക്കത്തില്ല. വിശുദ്ധീകരിച്ചവനോട്ടുള്ള ബന്ധത്തിലാണ് വരേണ്ടത്. If you try to be holy, it's not going to work out. You need to be in relationship with the one who has made you holy. ഇത്രയും പരാജയപ്പെട്ട വേറൊരു കൂട്ടവുമില്ല. ദൈവത്തിന്റെ സൃഷ്ടിക്കകത്ത് ഇത്രയും പരാജയപ്പെട്ടു പോയ വേറൊരു കൂട്ടവുമില്ല. Because amongst all the creation of God, there has not been a kind who has failed so much like man. അവനെ പിടിച്ച ദൈവം ജയിപ്പിച്ചു നിർത്തിയിരിക്കുന്നു. And God has got hold of him and made him victorious. കുരിശിലെ യേശുവിന്റെ മരണത്താൽ നമ്മൾ ജയിച്ചവരായി തീർന്നു. യു ആർ മോർ ദാൻ എ കോൺക്വറർ എന്നല്ലേ പറഞ്ഞത്. നീ എല്ലാത്തിന്റെ മുകളിൽ ജയിച്ചു നിൽക്കുന്നവനാണ്. നിനക്ക് ബന്ധം വരണം, ചിന്ത വരണം. Through the death on the cross, he has made us victorious over everything, and we need to have that understanding. ആ ചിന്തയകത്ത് വന്നില്ല, അതാ ചിന്തയ്ക്കകത്ത്, അതാ കൺസെപ്ഷൻ നടക്കുന്ന അവിടെ. ചിന്ത അങ്ങനെ വന്നില്ലെങ്കിൽ വിശുദ്ധനാകാൻ വേണ്ടിയുള്ള തത്രപ്പാടിൽ അത് ഇങ്ങനെ നടക്കും. If we don't have that right understanding, we keep on trying to be holy. അപ്പം ദൈവം നമ്മളെ എന്ത് ചെയ്തു? വിശുദ്ധീകരിച്ചു എന്ന ബോധ്യം എന്റെ അകത്ത് വരണം. We need to have the understanding that God has made me holy. വിശുദ്ധീകരിച്ചവനോട് എനിക്കൊരു ബന്ധമുണ്ടെങ്കിൽ ഇനിയുള്ള എന്റെ ആ മാറാലകൾ, എന്റെ അകത്തുള്ളതെല്ലാം ഒന്നൊന്നായി അത് പുറത്തു പോയിക്കോളും. When I have the right understanding that I have been sanctified, every other thoughts that clouds would leave us one by one. മനസ്സെന്ത് ദൈവികമായ, നമ്മൾ ദൈവത്തിന്റെ വാക്കുകളെ കേൾക്കുമ്പം ആ വിശ്വാസം ഉണ്ടായിട്ട് നമ്മുടെ മനസ്സിനെ ഈ വിശ്വാസം കയറി പുതിഞ്ഞു പിടിക്കും.
When faith is inside us and this faith will catch hold of our mind. വചനം കേൾക്കണമെന്ന് പറയുന്നതിന്റെ കാര്യമൊന്നും ഈ പ്രസംഗങ്ങൾ കേൾക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുത്തിയ ഇടത്ത് ഇരുന്ന് കേൾക്കണം. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഇത് നമുക്ക് മനസ്സിലാകത്തില്ല. That's why we need to hear the word from the place where God has placed you. ഞാൻ ഒത്തിരി അടുത്ത് തളർന്നിരുന്നിട്ടുണ്ട്. There are many places where I have grown weak. കാര്യം പാട്ട് പാടുമ്പം ഉച്ചത്തിൽ പാട്ട് പാടി കഴിഞ്ഞാൽ പിന്നെ തൊണ്ടയ്ക്ക് വേദനയാ. എനിക്ക് ഒന്നാമത് തന്നെ വോക്കൽ കോഡ് ഇഷ്യൂ ഉണ്ടായിരുന്നത് കൊണ്ട് നന്നായിട്ട് പാട്ട് പാടി പോയി കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച മിണ്ടാനൊക്കെ സൗണ്ട് റെസ്റ്റ്. I've had issues with my vocal cords. If I sing well, the next 1 week I have to remain silent. ചിലപ്പം സംസാരിക്കുമ്പോഴൊക്കെ ആവേശത്താൽ സംസാരിക്കുമ്പോൾ ബ്ലഡ് സ്റ്റെയിൻ, ചൊവ വരും, ബ്ലഡിന്റെ രക്തത്തിന്റെ ചൊവ വായിക്കകത്ത് വരും. കാര്യം ഈ വോക്കൽ അവിടെ സ്ക്രാച്ചസ് ഒക്കെ വീണിട്ട് ബ്ലഡിന്റെ ടേസ്റ്റ് വരും. Sometimes I feel blood stains in my mouth if I speak loudly. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല, മിണ്ടാതിരിക്കുന്നുള്ള. പിന്നെ അടുത്ത ആഴ്ച പിന്നെ പേടി, അടുത്ത ആഴ്ച പിന്നെ ഇതിങ്ങനെ ഉപയോഗിച്ചാൽ കുഴപ്പം വരുമല്ലോ. And the next 1 week I have to remain silent. ഭയങ്കര ബുദ്ധിമുട്ടില്ല ഞാൻ പോയതൊക്കെ ആദ്യ സമയങ്ങളിൽ. Initial days I had to go through difficulties. അപ്പോഴേ എന്റെ അകത്ത് ഈ ഹീലിംഗ് എന്ന് പറഞ്ഞ ഈ വിത്ത് വീണ് എന്റെ ചിന്തയ്ക്കകത്ത് അത് കൺസീവ്ഡ് ആയി. That's the time when this word of healing was conceived in my നിങ്ങളുടെയൊക്കെ mind. ജീവിതത്തിനകത്ത് ചില കാര്യങ്ങൾ, വാക്കുകൾ വന്നു വീണിട്ടത് അവിടെ ഉൽപാദനം നടക്കണം, അത് പുറത്തേക്ക് വരണം. Even in your life, certain words have to fall and it has to be conceived and production has to happen in your life. രാവിലെ എനിക്ക് വയ്യായിരുന്നു, എനിക്ക് ശബ്ദവുമില്ല, ഭയങ്കര സ്നീസിങ്. പെട്ടെന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഭയങ്കര കുറെ തുമ്മലും സംഭവം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല എനിക്ക് തുമ്മിയാൽ ഒക്കത്തില്ല. ശരിയാ, തുമ്മിയാൽ തെറിച്ചു പോകുന്ന മൂക്കാന്ന് ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റും? അപ്പൊ തളർന്നിരിക്കാൻ ഒക്കത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. Even today morning I was unwell, I was sneezing, but then I realized I can't be that way. അമ്മമാരെയൊക്കെ ശ്രദ്ധിച്ചില്ല. അമ്മയ്ക്ക് പനിയും അമ്മയ്ക്ക് തലവേദനയും ഒന്നും ഇല്ല. അമ്മയ്ക്ക് ഒരു അസുഖം വരാൻ പാടില്ല. അമ്മയ്ക്ക് അസുഖം വന്നാൽ അപ്പം പിണങ്ങും. Even at homes, mothers cannot remain sick, father will be upset. മനസ്സിലായ? ഒരു ഭർത്താക്കന്മാർക്കും ഭാര്യമാര് രോഗമായിട്ടിരിക്കുന്ന ഇഷ്ടമല്ല. No husband likes their wives. അവർക്ക് വേണേ എത്ര നേരം വേണേലും കിടക്കാം. Husbands can remain sick however long. എനിക്ക് ഭയങ്കര ഇപ്പൊ വോട്ടിടാമെങ്കിൽ ഞാൻ ജയിക്കും. പക്ഷേ ഈ സ്ത്രീകൾക്ക് കിടക്കാൻ പാടില്ല. നീ എന്നെ ചുമ്മാ എന്താ കിടക്കാന്ന് ചോദിക്കും. Women cannot lie down or rest. They will ask, why are you lying down? അങ്ങനെ സ്ത്രീകൾ കിടക്കുന്ന ആണുങ്ങൾക്ക് ഇഷ്ടമല്ല. Men don't like them lying down or resting. അപ്പൊ സ്ത്രീകൾക്ക് ഒരിക്കലും പനിയും തലവേദനയൊന്നും വരാൻ പാടില്ല. The women should never get cough or cold. എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വം ഉള്ളവന് തളർന്നിരിക്കാൻ ഒക്കത്തില്ല. In the same way, the responsible one cannot നമ്മുടെ be ബലഹീനത ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ തന്നെ ബലവാനായ ഒരുത്തൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. As much as we know that we have weakness, we should know that the one who See yourself healthy. നീ നിന്നെ തന്നെ എപ്പോഴും ആരോഗ്യമുള്ള വ്യക്തിയായിട്ട് കാണുക. You must see yourself as healthy also. ആരോഗ്യത്തോടെ നിൽക്കുന്നത് കൺസീവ് ചെയ്യണം. എന്റെ ചിന്തയ്ക്കകത്ത് ആരോഗ്യമുള്ള അവസ്ഥ ഞാൻ കാണണം. You must conceive the state of well-being and health in your mind. നിങ്ങൾ ഇവിടെ സാറായുടെ നിങ്ങൾക്കറിയാലോ, സാറായിക്ക് എന്തോ സംഭവിച്ചു? മെനപ്പോസ് സംഭവിച്ചു. എന്ന് വെച്ചാൽ പതിവുള്ളത് നിന്നുപോയെന്ന വേദപുസ്തകം പറയാം. മെനപ്പോസ്. We know that, and we read from the Bible that Sarah stopped getting her periods. സ്ത്രീകളോട് സംസാരിക്കുന്ന പോസേ ഉള്ളൂ, സ്റ്റോപ്പ് അല്ല. I want to speak to women. It is only a pause. It's not a പോസ് ആണ്, അത് സ്റ്റോപ്പ് അല്ല. It's not a stop. എന്ന് ആർക്ക് മനസ്സിലായി? സാറായിക്ക് മനസ്സിലായി. Sarah understood that. ഏജ് അല്ല ഇന്നത്തെ വിഷയം, ചിന്തയ വിഷയം. Age is not the problem, it's our കാര്യം mind. ഇവൾ ആരെ അന്നേരം കണ്ടതറിയോ? പോസ് എന്ന് പറഞ്ഞെടുത്ത് അവൾ ഒരുത്തനെ കണ്ടു, വിശ്വസ്തനെ കണ്ടു. അപ്പം അവള് പറഞ്ഞു ഇത് പോസ് ആണ്, സ്റ്റോപ്പ് അല്ലെന്ന് പറഞ്ഞു. Within her menopause, when she saw the one who was faithful, she received the strength and she said, this is not pause, this is അതുകൊണ്ട് not ഇപ്പോ stop. ഇതിനകത്തിരിക്കുന്ന എല്ലാവരോടും പറയാം, ഈ സീസൺ പോസ് ആണെന്ന് വിചാരിച്ചോണം, സ്റ്റോപ്പ് ആയിട്ടില്ല. ഇപ്പൊ നീ എഴുന്നേറ്റ് ആക്റ്റീവ് ആയിക്കോണം. I want to speak to somebody here that this season is not a stop, it's just a pause. Amen. Just a pause and you conceive something. ഒരു നിന്റെ ഇമാജിനകത്ത്, നിന്റെ ചിന്തയ്ക്കകത്തൊരു ഒരു കാര്യം കയറട്ടെ, അപ്പോഴത്തേക്ക് നീ എഴുന്നേക്കോടുന്നു. Imagine something, let something be conceived and you will receive the strength. And Sarah, he conceived that in her mind. അവളുടെ ചിന്തയ്ക്കകത്ത് അവൾ ഇത് കൊണ്ടിട്ടു. Sarah conceived it in her mind. അതാണ് ആ വാക്യം പറയുന്നത്, താൻ വിശ്വാസത്താൽ
ശാരീരികമായിട്ട് ഇത് നടക്കത്തില്ല, പക്ഷെ വിശ്വാസത്താൽ അവൾ ഒരുത്തനെ വിശ്വസനം നെണ്ണി. It is impossible physically, but she That counted verse is somebody so clear. faithful. എന്റെ അകത്ത് വിശ്വാസം വന്നപ്പോൾ, അത് കൺസീവ്ഡ് ആയി കഴിഞ്ഞപ്പോൾ, ഞാൻ വിശ്വസ്തനെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ഞാൻ ഗർഭം ധരിക്കും. When the faith rose within me and I found him faithful, and then I would conceive. അപ്പൊ ദൈവം എന്ത് ചെയ്യുന്നറിയോ? അവൾ അങ്ങനെ കണ്ടു കഴിയുമ്പോൾ ദൈവം അവൾക്ക് വേണ്ടുന്ന ശക്തി കൊടുത്തു. And at that point, God gave her the required strength. മോളെ, നിങ്ങൾ മെഡിക്കൽ ലൈനിൽ നിൽക്കുന്നോണ്ട് ചോദിക്കും, ഒരു ഡെലിവറി സമയത്ത് ആ സ്ത്രീ ചെയ്യേണ്ട ഏറ്റവും വലിയ സംഭവം എന്തുവാ? What should a woman do during ആ സ്ത്രീ delivery? കേൾക്കുന്ന ഏറ്റവും വലിയ ശബ്ദം എന്താ? ചുറ്റുവട്ടത്ത് നിൽക്കുന്നത് സാഹചര്യം പുഷ്. പുഷിന് എന്തോ വേണം? Strength. സ്ട്രെങ്ത് വേണം. ആ സ്ട്രെങ്ത് എവിടുന്നാ വരുന്നത്? 90 വയസ്സുള്ള അമ്മച്ചിക്ക് സ്ട്രെങ്ത് വരത്തില്ല. How can a 90-year-old woman Even have the if she strength to conceive, deliver? അവൾക്ക് അവളുടെ അകത്ത് കുഞ്ഞുണ്ടായാലും അവൾക്ക് ഡെലിവറി ചെയ്യാൻ പറ്റത്തില്ല. Even though she conceived, she doesn't have the strength to deliver പക്ഷെ the അവൾ baby. അതിനപ്പുറത്ത് ഈ ശക്തനായിരിക്കുന്നവനെ കണ്ട് അവൻ വിശ്വസ്തനാന്ന് മനസ്സിലാക്കിയപ്പോൾ അവന്റെ ഉള്ളിൽ, അവന്റെ അകത്തിരിക്കുന്ന ശക്തി ഉള്ളിലേക്ക് പകരപ്പെടാൻ തുടങ്ങി. But when she saw the strong one and found him faithful, the strength within him started to flow into her. ആമേൻ. രണ്ടാമത്തെ കാര്യം, ഗർഭം ധരിച്ചതാണ് നീ ചുമക്കുന്നത്. ആമേൻ. യു ക്യാരി വാട്ട് യു ഹാവ് കൺസീവ്ഡ്. രണ്ടാമത്തെ കാര്യം, നിന്റെ ആ ചിന്തയ്ക്കകത്ത് വന്നതാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്? യു ക്യാരി ദാറ്റ്. What you conceive is what you carry. ഹൗ ലോങ്, എത്ര നാൾ ഇത് ചുമക്കണം? അത് നമുക്കറിയത്തില്ല. How long should we carry? We don't know. ഉരുവായതിനെ നമ്മൾ വഹിക്കണം. But we need to carry what we conceive. ഉരുവായതിന്റെ തുടക്കം ആർക്കും അറിയത്തുമില്ല. We don't know when it ആരെങ്കിലും കാണുമോ? happened. എന്നാ കുറച്ച് കഴിയുന്ന ഉടനെ ചോദ്യം വരത്തില്ലേ, എത്ര മാസമായി? Initially, we don't know when it happened. ഇപ്പൊ നമ്മളെ കെസിയമ്മളൊന്ന് എഴുന്നേറ്റ് കെസിയമ്മോൾ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ ഉടനെ ചോദിക്കും. ഇപ്പൊ അവളത് ആ തുപ്പട്ടയൊക്കെ ഇട്ടേക്കുന്നോണ്ട് ആകെപ്പാട് ഇങ്ങനെ നിൽക്കുന്നോണ്ട് മനസ്സിലാകത്ത. അല്ലേ ചോദിക്കും, എപ്പോഴടിയോന്ന് ചോദിക്കും. കാര്യം ഇപ്പൊ ആരടാന്ന് പറഞ്ഞാ നിൽക്കുന്നത്. When the tummy is visible, people would ask, when is your due date? ആദ്യത്തെ സമയത്ത് എത്ര മാസമായും ചോദിക്കുമ്പോ കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ ചോദിക്കുമ്പോൾ ഡ്യൂ എന്നാണ് ചോദിക്കുന്നത്. Initially, people would ask how many months. Now people would ask, when is the due? ഇനി വേറൊരു രസം എന്താണെന്നറിയാം, ഇത് ഉരുവായി കഴിഞ്ഞാൽ, കൺസെപ്ഷൻ നടന്നാൽ ആ കൺസെപ്ഷൻ നടന്ന വ്യക്തി പോലും കുറച്ച് ദിവസം കഴിഞ്ഞേ അറിയത്തുള്ളൂ. The thing is, after conception, even the person who conceived will get to know days later. അവര് ഇങ്ങനെ സംശയത്തൊക്കെ നിൽക്കും. അന്നേരം ആയിരിക്കും രാവിലെ എഴുന്നേറ്റ് വെക്കുന്നത്. They are in doubt. Suddenly they develop symptoms. മോർണിംഗ് സിക്നസ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലേ, എല്ലാവർക്കും ഇല്ലെന്ന് തോന്നുന്നു. എന്നാൽ ചിലർ വെക്കുമ്പോ അവരുടെ അമ്മച്ചി ഒരു ചിരി ഇരിക്കും. When the conceived one develops morning sickness, the grandmother would smile. ആന്റി പറഞ്ഞ അമ്മച്ചിയെ നോക്കിട്ട് പറയും, കൊച്ചിന് വിശേഷം ഉണ്ടെന്നാ പോകുന്നത്. Then you would whisper. അപ്പൊ അവരുടെ she's പെട്ടെന്ന് conceived. പറഞ്ഞ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോഴാ ഈ വ്യക്തിയും അറിയുന്നത് ഐ എം കൺസീവ്ഡ്. And then you do a pregnancy ഉരുവായ test. കാര്യം പോലും അതിനകത്ത് ആ വ്യക്തിക്ക് അറിയത്തില്ല ഉരുവായെന്ന്. Even the person doesn't know when it was something is happening within me, സ്വർഗ്ഗത്തിലെ ദൈവം നിന്റെ അകത്ത് എന്തെങ്കിലും ചെയ്യുമ്പോൾ നീ പോലും അറിയുന്നില്ല എന്തോ സംഭവിച്ചത്. When God of heaven does something in you, even you don't realize at that point. പക്ഷെ നീ ആ കർത്താവിനോട് ഉള്ള വിശ്വസ്തത നടന്നു കഴിഞ്ഞാൽ കുറെ ദിവസം കഴിയുമ്പോൾ നിനക്ക് അതിന്റെ ചില പ്രകടനങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങും. But days later there would be symptoms that you would see because of God's faithfulness. ആമേൻ, ഹല്ലേലൂയ. അതുവരെ till then no evidence, ഒന്നും മനസ്സിലാക്കത്തില്ല. ഈ കൺസെപ്ഷൻ നടന്ന കാര്യം അറിയാൻ ഒരു മാർഗവുമില്ലെന്ന്. Until then there's no way you find out whether you conceive. ഇതേ കാര്യങ്ങളാ മക്കളെ ഹീലിംഗിനകത്തും പ്രോസ്പെരിറ്റിക്കകത്തും ഈ പറയുന്ന പോലെ സാൽവേഷനകത്തും ഇത് സംഭവിച്ചാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല. And this is the same thing that happens in prosperity. ഹീലിംഗിന്റെ കാര്യത്തിൽ വളരെ പ്രശ്നമല്ലേ, ഹീലിംഗ് അവർക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ നീ സ്വർഗത്തിലെ ദൈവം നിന്നെ ഹീലാക്കിയതാ. Maybe you don't know you're healing, but God has healed you. സ്വർഗത്തിൽ ദൈവം നിന്നെ രക്ഷിച്ചതാ. നീ സേവ്ഡ് ആണ്, നിനക്കിത് അറിയത്തില്ല. You are saved by God of heaven, but you still don't know. അവന്റെ പ്രോസ്പെരിറ്റി നമ്മളെ നിറയ്ക്കുക, അവന്റെ ധനസമൃദ്ധി നമ്മളെ നിറയ്ക്കുക, നിനക്കിത് അറിയത്തില്ല.
His prosperity is on you, but you don't know it yet. If you do not carry it, you cannot birth it. നീ അത് കൊണ്ടു നടന്നില്ലെങ്കിൽ നിനക്ക് ഒരിക്കലും അതിനെ പ്രസവിക്കാൻ പറ്റത്തില്ല. If you don't carry it, you can't birth it. Then many a times what happens, the people that terminate it. നമ്മുടെ അകത്ത് വന്നിരിക്കുന്ന ഈ നന്മകളെയൊക്കെ എന്ത് ചെയ്യുന്നറിയാമോ, നിന്റെ കൂട്ടുകെട്ടിനകത്തൂടെ നീ ടെർമിനേറ്റ് ചെയ്തു കളയും. Sometimes the goodness that you conceive, you terminate. പറഞ്ഞില്ലേ, കുഞ്ഞുണ്ടായ തന്നെ പറയും ആലോചനകളൊക്കെ വന്നിട്ട് ഇപ്പോഴാ വേണ്ടായിരുന്നു, 5 കൊല്ലം മതിച്ചു വന്നായിരുന്നു, നാ ഓമയ്ക്കാ തിന്നു മോളെ എന്നൊക്കെ പറയും. After you conceive, നാട്ടു ചികിത്സ ഓമയ്ക്ക കുറച്ചങ്ങ് തിന്നു കഴിഞ്ഞാൽ ചിലപ്പോ കൊച്ചങ്ങ് പൊയ്ക്കോളൂ അല്ലേ. അങ്ങനെ ചെയ്യല്ലോ കേട്ടോ. അയ്യോ, പിള്ളേരോടൊക്കെ ഞാൻ പറയുന്നു മേലെ ചെയ്തേക്കല്ല, ഓമയോടുണ്ടെങ്കിൽ വെട്ടിക്കളഞ്ഞേക്കണം വീട്ടില്. After you conceive, you decide not to have it, and then you are advised to eat papaya and terminate the pregnancy. Never do that. എനിക്കറിയത്തില്ല, അതൊന്നും അങ്ങനെ ചെയ്യരുത്. Never do that. ഹല്ലേലൂയ. Hallelujah. കർത്താവ് തരുന്ന ദാനങ്ങളാ. Because these are blessings from God. നിങ്ങളുടെ അനുഗ്രഹം ദൈവം, സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ ദാനമാണ്. നിന്റെ സൗഖ്യം ദൈവത്തിന്റെ, നിന്റെ രക്ഷ ദൈവത്തിന്റെ ദാനമാ. Your healing, your salvation. And you cannot earn it. നിനക്കിത് സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. ദൈവത്തിന്റെ ദാനമായിരിക്കുന്ന രക്ഷ നിനക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ ദാനമാണിത്. Your salvation is something that cannot be created. It is a gift from God. That is what I said. If you do not carry it, you cannot give birth. അത് എങ്ങനെ അതിനെ പുറത്തോട്ട് കൊണ്ടുവരും? Therefore you must carry it. For that you carry, you healing, you carry it. പറഞ്ഞോണ്ട് കിടക്കാം, കർത്താവിന്റെ അടിപ്പിണരാ ഞാൻ സൗഖ്യമായിരിക്കുകയാണ്, ഇന്ന് രാവിലെ ഇങ്ങനെ ഉണ്ടെന്നേ ഉള്ളൂ, ഞാൻ സൗഖ്യമായിരിക്കുക എന്ന് പറയുമ്പോൾ you will give birth to that. As you keep on confessing that I'm healed, you are carrying it. അസാധ്യം എന്ന് പറയാൻ പ്രത്യേകിച്ച് ഒന്നും പോകുന്നു വേണ്ട. നടന്നു ഇമ്പോസിബിൾ എന്ന് പറഞ്ഞു നടക്കാൻ പറ്റുന്നത്. ഇമ്പോസിബിൾ ആയിരിക്കുമ്പോൾ നടക്കത്തില്ലെന്ന് പറയുന്നിടത്ത് നീ പറയാം എന്റെ കർത്താവിന്റെ കൂടെയുണ്ട്, നടന്നിരിക്കും എന്ന് പറഞ്ഞ you give birth. You don't need to go to special school to say that it is impossible, but in the midst of that, if you keep saying it is possible, it would happen. അതാ ചുമക്കുക എന്ന് പറഞ്ഞ ഫെയ്ത്തിനാൽ, വിശ്വാസത്താൽ ചുമക്കണം. Carry it by faith. റിസൾട്ട് ഒന്നും കാണുന്നില്ല, റിസൾട്ടിൽ നിന്ന് റിസൾട്ട് കാണാൻ പറ്റൂ. റിസൾട്ട് ഇല്ലെങ്കിൽ നീ ചുമന്നോണം. Even if you're not seeing any result, എത്ര carry നാളായി it. മോളെ ചുമക്കാൻ തുടങ്ങിയിട്ട്? എത്ര നാളായി? ഇപ്പൊ രണ്ടാമത്തെ കുഞ്ഞിനെ ചുമക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? 8 months കഴിഞ്ഞല്ലേ? ഈ മാസം അറിയാമല്ലേ? ഇപ്പൊ അവള് കൗണ്ട് ചെയ്യുന്ന മുടിയിൽ എങ്ങനെ അറിയാം? അവൾക്ക് ഇപ്പം മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങാൻ വെക്കത്തില്ല. പണ്ട് കമന്ന് കിടന്ന് ഉറങ്ങുന്ന വെച്ചാൽ ഇപ്പം കിടക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഒരു സൈഡിൽ തിരിഞ്ഞ് കിടക്കണം. അപ്പൊ നിങ്ങൾ ചോദിക്കും പാസ്റ്റർ എങ്ങനെ ഇതൊക്കെ അറിയാം? ഞാൻ 3 പിള്ളേർ അപ്പനാ, എനിക്കറിയത്തില്ലേ അങ്ങനെ വന്നോളൂ. ചരിഞ്ഞ് കിടക്കണം, എന്തായാലും ഭയങ്കര നേരെ ചുവ വല്ലതും കഴിക്കാൻ പറ്റൂ. ഇപ്പോഴത്തേക്ക് വയറ് നിറയും. ഇച്ചിരി കഴിക്കുമ്പോഴത്തേക്ക് വയറെല്ലാം നിറഞ്ഞിരിക്കും. അപ്പൊ എന്തോ ഒരു സ്ട്രഗിളാണെന്നറിയാമോ? And as you are nearing your delivery date, it's a lot of struggle. ഇവിടെ ഇരിക്കുന്ന എല്ലാ നിങ്ങൾക്ക് മാതാപിതാക്കന്മാരുണ്ടെങ്കിൽ നിങ്ങൾ ഓണർ യുവർ പേരൻസ്. നിന്റെ അപ്പനെ അമ്മയെ നീ ബഹുമാനിച്ചോണം, ആദരിച്ചോണം. അവര് നിന്നെ ഇത്ര ആക്കിയെടുത്തത് എങ്ങനെയാണ് നീ ഓർത്തോണം എപ്പോഴും. All children, you must honor your parents. You should know what struggle they went through. നീ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത് നിന്റെ അമ്മയെ അപ്പനെ അത് ഓർത്തോണം. You should understand you hurt your parents the most. ആ ചെറുപ്പത്തിലുണ്ടല്ലോ, ഇപ്പൊ കുഞ്ഞുങ്ങളെ നോക്കിയാൽ അറിയാം, അവരെന്ന് എന്തെങ്കിലും വാങ്ങിച്ച് അമ്മയുടെ തലമുടി പിടിച്ച് വലിച്ച് ഇടിച്ച് കാട്ടിച്ച്. ഇവിടെ നോക്കിയുണ്ടെ എലീജ ഡാനിയുടെ ആകപ്പാടെ സെക്കൻഡ് ഷോയ്ക്ക് ഇരിക്കുന്ന പോലെയുള്ള അവന്റെ താടി അതെല്ലാം പിടിച്ച് വലിച്ച് പറിച്ച് കളയുക. ഡാനി സത്യമായിട്ട് പറയാം, പണ്ട് ഷിൻഡോയും ഡാനിയും കൂടെ ആയിരുന്നു ലാലു ലീല എന്ന് പറഞ്ഞ് നടക്കുന്നത്. എന്തേലും സംഭവിച്ചാൽ പോയിട്ടുണ്ടെങ്കിൽ ഷിൻഡോയെ കൊന്നേന്, മനസ്സിലായോ? ഇപ്പൊ ഇവൻ പിടിച്ച് വലിച്ചിട്ടുണ്ട്, ആരും ഒന്നും മിണ്ടുന്നില്ല. അതാ പേരന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് മാറിക്കണ്ടില്ല. നിങ്ങൾ ഓർത്തു, ഈ മനുഷ്യനായ ഈ അപ്പൻ ഇങ്ങനാണെങ്കിൽ സ്വർഗത്തിലെ അപ്പൻ ഹൗ മച്ച് ഹി ബേഴ്സസ്, നമ്മൾ എന്തുമാത്രം അവൻ വഹിക്കുന്നുണ്ട്, സഹിക്കുന്നുണ്ടെന്ന് ഓർക്കണം. How much little babies hurt their parents inadvertently. In the same way, how much a heavenly Father loves us even when we hurt them. ചില കാര്യങ്ങളൊക്കെ നമ്മൾ വഹിക്കണം. എങ്ങനെ വഹിക്കുന്നത്? ഫെയ്ത്തിനാൽ, വിശ്വാസത്താൽ വഹിച്ചോണ്ട് പോകണം. Certain things we must carry by faith. അടുത്ത എക്സ്പാൻഷനുള്ള ഇമാജിനേഷനോ അതിന്റെ ഇമാജിനോ അതിന്റെ സീഡും എല്ലാം എന്റെ അകത്തുണ്ട്. I have the seed within me. എങ്ങനെ ആ ചർച്ച്, ആ ബിൽഡിംഗ് എങ്ങനെ ഇരിക്കണമെന്ന് എന്റെ അകത്തൊരു വിത്തിട്ടിട്ടുണ്ട്. God has put a seed in me for how the building should be. അതിന്റെ പുറകിൽ എന്തൊക്കെ കാണണമെന്നും അതിന്റെ മുന്നിൽ എന്തൊക്കെ കാണണമെന്നും പാർക്കിംഗ് എവിടെ ആയിരിക്കണമെന്നൊക്കെ എന്റെ അകത്തൊരു ചിന്ത കർത്താവ് തന്നിട്ടുണ്ട്. God has given me a thought as to where should be the I am parking. carrying it. ഞാൻ അത് കൊണ്ട് നടക്കുക. അതിങ്ങനെ പിടിച്ചേക്കും. അതിന്
I am holding on to it. Hallelujah. Hallelujah. നിന്റെ അകത്ത് ദൈവം പറഞ്ഞിട്ടത് നീ കേട്ട നീ അത് പിടിച്ചോണം. If God has spoken to you, you must catch hold of നിങ്ങളുടെ it. അകത്തെല്ലാം കർത്താവ് പറഞ്ഞിട്ടിട്ടുണ്ട്, കേട്ടതാ നീ അത് പിടിച്ചോണം, You മുറുകെ have പിടിച്ചോണം. heard it, you must hold on to it. See, conceiving is easy. ഈ ഗർഭധാരണം നടത്തുന്നതൊക്കെ എളുപ്പമാ. But to carry that is your responsibility. നിങ്ങളുടെ ഉത്തരവാദിത്തമാ. വീഴാതെ നോക്കാം. കണ്ടില്ലേ ആ കുഞ്ഞ് ഡെലിവറി നടത്തുക, ബർത്ത് കൊടുക്കുന്നിടം വരെ ഭയങ്കര ഉത്തരവാദിത്തമാണ് അല്ലേ. കൺസീവ് ചെയ്യാൻ എളുപ്പമായിരുന്നു. പക്ഷെ അതിനെ ആ കുഞ്ഞിനെ അത്രയും വളർത്തി ആ വയറ്റിലിട്ട് ഇങ്ങനെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ ഭയങ്കര ഉത്തരവാദിത്തമില്ലേ. It's easy to conceive, but carrying is great അപ്പൊ responsibility. എങ്ങനെ നമ്മൾ ക്യാരി ചെയ്യുന്നതിന്? ക്യാരി ഇറ്റ് ബൈ ഫെയ്ത്ത്. വിശ്വാസത്താൽ അതിനെ ചുമക്കേണ്ടത്. And we must carry by faith. മൂന്നാമത്തെ കാര്യം, ടു ബ്രിങ് ഇറ്റ് ഔട്ട് യു നീഡ് സ്ട്രെങ്ത്. അതിനെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ നിനക്ക് ശക്തി ആവശ്യമാണ്. You need ആ കുഞ്ഞ് strength to പുറത്തു bring it വരാൻ നിനക്ക് out. ശക്തി ആവശ്യമാണ്. അതിന്റെ പേരാ ഡുനാമിസ് എന്ന് പറയുന്നത്. ശക്തി എന്ന് പറഞ്ഞാൽ ഡൈനാമിറ്റ് പവർ പോലുള്ള ശക്തി ദൈവത്തിൽ നിനക്ക് കിട്ടും. You will receive a strength like dynamite from the Lord. അകത്ത് വന്ന ചിന്തകളുടെയൊക്കെ മേല് പരിശുദ്ധാത്മാവിന്റെ ശക്തിയുണ്ടെന്ന് വിശ്വസിക്കണം. Believe that the power of the Holy Spirit is upon അവനെ the നീ thoughts. വിശ്വസ്തനെന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ നീ ആ വിശ്വസിക്കുന്ന ആ വിശ്വാസത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇരിപ്പുണ്ടെന്ന് വിശ്വസിച്ചോണം. If you count him as faithful, the power of the Holy Spirit is available to you. ഹോളി സ്പിരിറ്റിന്റെ പവറിനാൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് നീ അതിനെ ചുമക്കേണ്ടത്. You have to carry it by the power of the Holy And Spirit. always pray to the Holy Spirit, please help me. എന്റെ വിശ്വാസം ഇളകി പോകാതിരിക്കാൻ പരിശുദ്ധാത്മാവിനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. And pray always to the Holy Spirit, please help me. നിങ്ങൾ കണ്ടിട്ടില്ലേ, ചിലർ മടുത്ത് ഇട്ടിട്ട് പോകും. മുഖമൊക്കെ പോകുന്നുണ്ട്. Some people get tired and leave. അത് പലപ്പോഴും ഇങ്ങനെ പാസ്റ്റർമാർക്ക് കിട്ടുന്നത്. പാസ്റ്റർമാർക്ക് ഉമ്മ വേറെ പണിയൊന്നുമില്ല, അവർ ഉമ്മ ഇതേ കയറിയുന്നു, പുൾപിറ്റിൽ കയറിയുന്നുണ്ട്, തള്ളിക്കൊണ്ടിരിക്കുകയെന്ന് പറയും. They say that the pastors are jobless and speaking. അല്ലേ, അവർക്ക് ഞായറാഴ്ച വന്ന് എന്തേലും ഒരു തള്ളണം, പോകണം, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ തള്ളിനകത്ത് നല്ലല്ല നമ്മൾ ഉറങ്ങാൻ വേണ്ടി തള്ളിക്കോ പാസ്റ്ററെ, ഞാൻ ഉറങ്ങിക്കോളാം എന്ന് പറഞ്ഞിരിക്കും. നമ്മൾ പാസ്റ്റർ തള്ളിക്കോ, ഞാൻ ഉറങ്ങിക്കോളാം. You think that pastors just want to speak something from the pulpit. അപ്പൊ ഇട്ടിട്ട് പോവും, മടുത്തു പോകുന്ന കണ്ടിട്ടില്ലേ ചിലര്. And so you get ഞാൻ tired and you leave. എത്ര നാളായിട്ട് ഞാൻ ചർച്ച വരുന്നു, എനിക്കൊന്നും നടക്കുന്നില്ല, മടുത്തു പോകുന്ന കണ്ടില്ലേ. I've been coming to church അവര് for so long. എങ്ങനെ കൺക്ലൂഷൻ വരുന്നത്, ഇനിയൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. I don't think anything is going to happen. അവരൊരു ടൈം വെക്കുകയാണ്. ഇത്രയും നാളായിട്ട് ഞാൻ വന്നിട്ട് എന്തോലും നടന്നു, Nothing happened all these years. ഈ ചോദ്യം ആരോടെ ചോദിക്കുന്ന അറിയാമോ? നിങ്ങൾ പാസ്റ്ററിനെ വിശ്വസ്തനായി എണ്ണുന്നത് കൊണ്ടാ. നിങ്ങൾ ദൈവത്തെയാണ് വിശ്വസ്തനായിട്ട് എണ്ണേണ്ടത്. പാസ്റ്ററിനെ വിശ്വസ്തനായിട്ട് ആരുടെ എന്ത് ചെയ്യാൻ പറ്റും? That's because you're counting the pastor The faithful. pastor is only a loudspeaker. What I hear from him, I am speaking to you. ഞാൻ കേൾക്കുന്ന, എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു. നിങ്ങൾ എന്നോടല്ല കണക്ട് ചെയ്തിരിക്കേണ്ടത്, നിങ്ങൾ സ്വർഗത്തിലെ ദൈവത്തോട് കണക്റ്റഡ്, പ്ലഗ്ഡ് ഇൻ ടു ഹിം. അവനോട് നീ ബന്ധപ്പെട്ട് നിന്ന് കഴിഞ്ഞാൽ ഈ കേട്ട ശബ്ദം നിന്റെ അകത്ത് കൺസംഷൻ ഉണ്ടാകും, നിന്റെ അകത്ത് ഗർഭധാരണം നടക്കും. നീ നോക്കിക്കോ, അധികം താമസിക്കാതെ ആ കേട്ട് നീ വിശ്വസിച്ചതിനകത്ത് ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരും. Instead of counting the pastor faithful, count the one that has given the promise faithful, because pastor is just a loudspeaker. And if you make him faithful, the power to deliver is going to come upon you. പാസ്റ്റർ അല്ലേ പറഞ്ഞു ഇത് സംഭവിക്കുന്നു, എന്നിട്ട് നടന്നില്ലല്ലോ. Pastor, you said this is going to happen, it didn't happen. ഞാൻ സത്യമായിട്ട് നിങ്ങൾ കേൾക്കണമേ, എന്റെ വീട്ടുപേര് കണിയാമ്പറമ്പിൽ എന്നല്ല, എന്റെ അപ്പം കണിയാനുമല്ല. I cannot predict your future. വീട്ടുപേരെന്തുവാ? എന്റെ കണിയാമ്പറമ്പിൽ എന്നല്ല, ഞാൻ കണിയാനല്ല. I'm not someone who can predict പിന്നെ your future. വ്യക്തിപരമായി നീ വന്ന് എന്റെ അടുക്കലിരുന്ന ചില സാധനങ്ങൾ ഞാൻ പറയും. But if you come to me personally, I may say ഞാൻ ഈ something. ചർച്ചിൽ പറയുന്നത് പൊതുവായിട്ട് പറയുന്ന ഒരു കാര്യം, ഒരു ദൈവശബ്ദം നീ പിടിച്ചെടുത്തോണം. ഇന്നല്ലെങ്കിൽ നാളെ അതിനകത്ത് നിന്റെ ജീവിതത്തിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട മാറ്റം സംഭവിക്കും. കാര്യം നീ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടാണ് പ്ലഗ്ഡ് ഇൻ ആയിട്ടുണ്ടെങ്കിൽ, അതിനോട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ ജീവിതത്തിനകത്ത് ഒരു മാറ്റം ദൈവം കൊടുത്തരും. If you are plugged into the power of the Holy Spirit, certainly some things will happen into your life. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. ഇട്ടിട്ട് പോകും, ആൾക്കാർ ഇട്ടിട്ട് പോകും. Don't leave and go. പലരും അങ്ങനെ സംഭവിക്കും. ആരെ ഏറ്റവും കൂടുതൽ ഇട്ടിട്ട് പോകുന്ന അറിയാമോ? ഇട്ടിട്ട് പോകുന്ന ആരെന്നറിയാമോ? You know who are the people who quickly leave? ആ ആൾക്കാരുടെ പേരാണ് FOL. FOL. And those people are called FOL. Fear of losing ഉള്ളവര്.
എല്ലാം പോകും. people who have fear of losing. എല്ലാം നഷ്ടപ്പെടും. എന്റെ എല്ലാം പോക്കാണ്. ആരാ ഇട്ടിട്ട് പോകുന്നത്? ഫിയർ ഓഫ് ലൂസിങ്. എല്ലാം പോയി. Such ഞാൻ people, വിചാരിച്ച പോലൊന്നും അല്ല, അവരിട്ടിട്ട് പോകും. such people leave and go. ഫിയർ ഓഫ് ലൂസിങ് എവിടുന്നാ വരുന്നത്? ഫിയർ ഓഫ് ലൂസിങ്, നഷ്ടപ്പെട്ടു പോകുന്നുള്ള ചിന്ത എവിടുന്നാ വരുന്നത്? Where is fear of losing come from? ട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട്. Because you don't trust. യു ഡോണ്ട് ട്രസ്റ്റ്. വിശ്വസിക്കുന്നില്ല, ആശ്രയിക്കുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? ഫിയർ ഓഫ് ലൂസിങ് വരും. You're not believing, you're not ഞാൻ പറഞ്ഞ trusting. വല്ല ചുമ്മാ നിങ്ങൾ പരീക്ഷയ്ക്ക് എങ്ങനെ തോറ്റു പോകുന്നത്? ഫിയർ ഓഫ് ലൂസിങ്. ഞാൻ തോക്കും. Why do you fail in നീ exam? പരീക്ഷയ്ക്ക് പോയി ഇരുന്ന് എഴുതുന്നത് തന്നെ തോറ്റു പോകുന്നു പറഞ്ഞ് എഴുതുന്ന, നീ തോറ്റു പോകും. You write the exam thinking you will fail, you will fail. അങ്ങനല്ല നീ ചിന്തിക്കേണ്ടത്. ഞാൻ പഠിച്ചിട്ടില്ല, പഠിക്കേണ്ട സമയത്ത് പഠിക്കാൻ പറ്റില്ല. ഇന്ന് രാവിലെ ഞാൻ ഓടിച്ചു നോക്കിയതുള്ളൂ, എന്നാലും എന്റെ പരിശുദ്ധാത്മാഭാഗം ദൈവമേ, ഞാൻ അവിടെ പോയിരിക്കുമ്പോ എന്റെ ഓർമ്മശക്തിയെ നീ വർദ്ധിപ്പിക്കും. ഞാൻ വിചാരിച്ചതിന് അപ്പുറത്തായി എഴുതുവാൻ നീ എന്റെ കൂടെ ഇരിക്കും. എന്റെ പേനായ്ക്കകത്ത് നീ കയറിയിരിക്കും, എന്റെ കൈക്കകത്ത് നീ കയറിയിരിക്കും. ഞാൻ കാണുന്നു, ഞാൻ ജയിക്കുക തന്നെ ചെയ്യും. But if you believe that Holy Spirit will be with me and He will bring me to remembrance everything that I ever studied, and you will be with me in my pen and will be there with me, and then you will see His victory. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ മൂത്ത മോന്റെ കഥ പറഞ്ഞായിരുന്നല്ലോ. മലയാളത്തിന് ജയിക്കത്തില്ലെന്ന് പറഞ്ഞു. 100-ൽ 30 മാർക്ക് വാങ്ങിക്കാത്തവനാണ് 10ാം ക്ലാസ്സിലെ CBSE ICC അതായിരുന്നു ICC. അത് പരീക്ഷയ്ക്ക് പോയിരുന്നിട്ട് തിരിച്ചു വന്നിട്ട് പറയാം 14 മാർക്കിന്റെ എഴുതിയിട്ടില്ല. 14 മാർക്കിന്റെ എഴുതിയിട്ടില്ലെന്ന് പറയാൻ വലിയ ഏതാണ്ട് എഴുതാത്തതല്ല, ചോദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതാൻ പറ്റിയില്ലെന്ന്. That's why I mentioned the story of my eldest son who was weak in maths, who never got beyond 30 in 100. ഞാനപ്പോ അവനെ ഇൻസ്ട്രക്ട് ചെയ്ത്, കുഞ്ഞെ നീ എഴുതത്തില്ലെന്ന് എനിക്ക് പറയും, നീ ഒരു കാര്യം ചെയ്ത് ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തെ ക്വസ്റ്റ്യൻ എടുത്തിട്ട് അങ്ങോട്ട് എഴുതി വെക്കുക, എന്നിട്ട് തിരിച്ച് ഇങ്ങോട്ട് എഴുതി വെക്കുക. അപ്പൊ എന്തെങ്കിലുമൊക്കെ അതിനകത്തുണ്ടല്ലോ. I knew that Malayalam was tough, so I even You did like instructed. that, no? Exactly. ഒരു പ്രൈസലോട് പറഞ്ഞേ, ഇതൊക്കെ പറയുമ്പോ ഇങ്ങനെയുള്ള കള്ളികളെല്ലാം പുറത്തു വരും. She is very close to me. അതുകൊണ്ട് എനിക്ക് I have the freedom to tell her like that. Amen. Hallelujah. അല്ലേ മോളെ? That's why. See, അപ്പൊ ഇവൻ ഇത് എഴുതി അങ്ങനെ എഴുതാൻ പറ്റിയില്ലെന്ന്. ഏതാ 14 മാർക്കിന്റെ? He couldn't attempt a 14 marks question in the finals. 86 മാർക്കിൽ വേണം ഇനി കിട്ടാൻ. Now he is left with 86 marks. എത്ര കിട്ടും? റിസൾട്ട് How much വന്നപ്പോ will ഞാൻ he get? പറഞ്ഞല്ലോ 76 മാർക്ക് കിട്ടി. He got 76 out. ഇവൻ തുള്ളിച്ചാടിയിട്ട് പറയാ, ഇത് പരിശുദ്ധാത്മാവ് തന്നെ, ഇത് വേറെ ആരുമല്ല പരിശുദ്ധാത്മാവാണെന്ന് അവന് മനസ്സിലായി. He jumped with joy and said, "This is nothing but the Holy Spirit." അപ്പൊ ഇത് പറഞ്ഞു വെച്ച് ഞാൻ ഈ മെസ്സേജ് പറഞ്ഞു പുറത്തോട്ട് ഇറങ്ങിയപ്പോ മോനെ ആരാ എന്നോട് പറഞ്ഞ് മലയാളം ഭയങ്കര പ്രശ്നമായിരുന്നത്? ആരാ? അലനാ പറഞ്ഞ. അൽവിൻ എന്നോട് പറയാ, എന്റെ മാസ്റ്റർ ഇന്ന് എനിക്ക് വേണ്ടി ഇത് പറഞ്ഞു തന്നെ കഴിഞ്ഞ ആഴ്ച അല്ലേ പോലെ 2 ആഴ്ച മുമ്പേ. അവൻ മലയാളത്തിന് ഭയങ്കര മോശമാണെന്നുള്ള കാര്യം അവന്റെ അപ്പനും അറിയത്തില്ല, അമ്മയ്ക്കും അറിയത്തില്ല. Even his parents did not know that he was weak in maths. എന്തിനാണ് ടെസ്റ്റിമണി പറയുന്നത്? പറയാ, നിന്റെ അകത്ത് ഈ ടെസ്റ്റിമണി ഒരു ശക്തിയായിട്ട് മാറും. This testimony will become നിന്റെ power in കാഴ്ചപ്പാട് you. പറയും, നിന്റെ അകത്തൊരു ബീജം വന്ന് വീണു, ഒരു കൺസെപ്ഷൻ അവിടെ തുടങ്ങിയ അങ്ങനെയാണ്. അങ്ങനെ പാസ്റ്ററിനെ പോലെ അങ്ങനെ പറഞ്ഞു, എനിക്കത് പറ്റും. If it's possible for Pastor Son, it is possible for me. നിങ്ങൾ മനസ്സിലാക്കണം, ഈ വിശ്വസ്തനായിട്ട് ഈ ആളെ കാണണമെങ്കിൽ എന്റെ അകത്തൊരു വിശ്വാസം ഉണ്ടാകണം. If you want to count him as faithful, you need to have faith in you. നമ്മുടെ കുഴപ്പം എന്താണെന്നറിയാം, നമുക്ക് ഈ വിശ്വസനെ അറിയത്തില്ല, നമ്മുടെ അകത്തൊരു വിശ്വാസവും ഇല്ല. The problem is we don't know the faithful one, we don't have faith. നടക്കാത്തൊരു കാര്യം, 90 വയസ്സായ അമ്മച്ചിക്ക് എങ്ങനെ അവൾക്ക് ഒരു ഡെലിവറി നടക്കത്തില്ലെന്ന് വേദോസം പറയാ. സ്ത്രീകൾക്കുള്ള പതിവ് നിന്നുപോയെന്ന് എഴുതിയിരിക്കുന്നത്. How can a 90-year-old woman conceive and give birth? It's impossible. പക്ഷെ അവിടെയാണ് അവൾ ഇത് എടുത്തു പറയുക, ഇവൻ വിശ്വസ്തനാകിയാൽ ആ ശക്തി അങ്ങനെ അങ്ങോട്ട് എണ്ണിയപ്പോൾ when she counted him as faithful, അവൾക്ക് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ ചിലത് നടക്കാൻ പോവുകയാണ്. But when she counted him faithful, something began to happen in her. അവിടുന്ന് പെട്ടെന്ന് ഒരു ശക്തി വന്ന് ഇറങ്ങുന്ന കണ്ടു. എന്തിനാ ശക്തി വന്ന് അറിയോ? To deliver a baby. Suddenly a power came down to her to deliver a baby. സാറ ഇട്ടിട്ട് പോയില്ല. Sarah did not leave. നമ്മൾ കണ്ടില്ലേ, പല ആൾക്കാർ ഇട്ടിട്ട് പോകുന്ന കണ്ടിട്ടില്ല, വിട്ടിട്ട് പോവുക. എനിക്ക് പറ്റിയതല്ല ഈ കൂട്ടത്തൊക്കെയാ പറയുന്നത്. എന്തിനാ വിട്ടിട്ട് പോകുന്നത്? Many people leave and go. ABCD പഠിക്കുന്നതിന് മുമ്പ് ഇട്ടേച്ച് പോയി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അപ്പുറത്ത് സെന്റൻസ് മേക്കിംഗ് ഒന്നും മനസ്സിലാകത്തില്ല. Be there, learn. Don't leave right after learning ABCD. There is much more that you need to learn. അവിടെ So be here. അന്ന് കേട്ട സാന്നിധ്യമുണ്ടല്ലോ, 25 വർഷം പിടിച്ചോട് നടന്നു. 25 വർഷം അവൾ പിടിച്ചോട് നടന്നു. 25 years Sarah held on to the പോയില്ല, സാറ word. ഇട്ടിട്ട് പോയില്ല. Sarah did not leave. ആമേൻ, ഹല്ലേലൂയ.
Hallelujah. അപ്പൊ ഇനി ദൈവത്തിന് വേറെ രീതിയിൽ കൂടി നിന്നെ ഉയർത്താൻ കഴിയുമെന്ന് വിശ്വസിക്കണം. You must believe that God is able to lift അതാ you ഞാൻ in പറഞ്ഞ some other way. പോസ് പറഞ്ഞ ഇങ്ങനെ ചിന്തിച്ചോണം, അത് പോസാണ്, സ്റ്റോപ്പ് ആയിട്ടില്ല, വരും എനിക്കത് വരും, ഉറപ്പാണ്, അത് വരും, വന്നിരിക്കും. That's why you must believe it. It's just a pause. It's not a stop. സാധാരണഗതിയിൽ നടക്കുന്ന വാതിലുണ്ടല്ലോ, ആ വാതിലെ അടഞ്ഞു കിടക്കുന്നെങ്കിൽ ദൈവം വേറെ വാതിൽ തുറക്കുന്നു. If the door that is to be opened is closed, God will open another door. ഹല്ലേലൂയ. Hallelujah. ഞാൻ ഈ മെനപ്പോസ്, ഞാനും ഈ വാക്ക് കേട്ടിട്ടുള്ളൂ. അപ്പൊ ഞാൻ കയറി നോക്കി മെനപ്പോസ് എന്നുള്ളതിന്റെ സ്പെല്ലിംഗ് എന്തോ നോക്കിയപ്പോ കറക്റ്റാ PAUSE എന്ന് എഴുതിയിരിക്കുന്നത്. When I looked at the spelling, it's right. It's menopause. എനിക്കത് PAUSE. ചില കാര്യങ്ങൾ എങ്ങനെ മെസ്സേജ് കിട്ടുന്ന ചോദിച്ചാൽ ഇങ്ങനെ മെസ്സേജ് കിട്ടുന്ന PAUSE ആണെങ്കിൽ ഞാനപ്പോ എനിക്ക് മനസ്സിലായി ഇത് പോസ് അല്ലേ, സ്റ്റോപ്പ് അല്ലല്ലോ ഇത്. അങ്ങനെയാണ് ദൈവത്തിന് ഇതിനകത്ത് പ്രവർത്തിക്കാൻ പറ്റത്തില്ലേ? And that's when I understood it's just a pause. It's not a മലയാളത്തിൽ ഇത് stop. പറയാനൊക്കെ God കാര്യം can work. മലയാളത്തിൽ അങ്ങനെ ഒരു വാക്കില്ലാത്തത് കൊണ്ട് ഇത് ഇംഗ്ലീഷിൽ മനസ്സിലാക്കാനേ പറ്റത്തുള്ളൂ. മെനപ്പോസ് എന്നുള്ള വാക്ക് മലയാളത്തിൽ പറയാനൊക്കത്തില്ല. And such a word is not there in Malayalam, so I can only explain it in എന്ന് English. പറഞ്ഞാൽ വിരാമം ഇടുകയല്ല ചെയ്തത്, ഒരു കോമ കിടക്കുന്നതേ ഉള്ളൂ, ഇതിന്റെ അപ്പുറത്ത് ഇനി ഫംഗ്ഷൻ ചെയ്യാം. Which means this is not a full stop, it's just a comma. നിങ്ങൾ മധുപാസ്റ്റർ വേദോസം മുഴുവൻ പല പ്രാവശ്യം വായിച്ചില്ല, ഇപ്പൊ എത്ര പ്രാവശ്യം വായിച്ചു കാണും? നേരത്തെ പാസ്റ്റർ പറഞ്ഞിട്ട് ഞാനത് എണ്ണിക്കൊണ്ട് വന്നേരും. ഞാൻ വേദോസം പല ആവർത്തി വായിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല 9 മാസമാണ് അമ്മ കുഞ്ഞിനെ ചുമക്കേണ്ടത്. വേദോസത്തിലും കഴിയിട്ടില്ല. I've never seen anywhere in the Bible 9 months you carry. അത് പിന്നത്തെ സ്റ്റഡിയിലൊക്കെ വന്നപ്പോൾ മനസ്സിലായത് ഇതിന്റെ പ്രോസസ്സ് നടക്കുന്ന കണ്ടോണ്ട് പറഞ്ഞ വേദോസം പറഞ്ഞിട്ടില്ല. Bible doesn't talk about it. ഈ തിരുവല്ലയിൽ വരാനായിട്ട് നിശ്ചയിച്ചിരുന്ന ഒരു മനുഷ്യനാണ് ഈ TB ജോഷുവ എന്ന് പറഞ്ഞ വലിയൊരു such a great man of God. So TB Joshua was എനിക്ക് a great man of God. 2015-16 ആ കാലഘട്ടത്തിൽ വരാനായിട്ടൊക്കെ പ്ലാൻ ചെയ്തു. ഭയങ്കരമായ അതിന്റെ പുറകിൽ വർക്കൊക്കെ നടന്ന. പക്ഷേ ഇന്ത്യ ഗവൺമെന്റ് ഈ പ്രീച്ചേഴ്സ് വിസ കൊടുക്കുന്ന പരിപാടികൾ നിർത്തിയോണ്ട് മോദി സർക്കാർ വന്നപ്പോൾ നിർത്തിയത് കൊണ്ട് അദ്ദേഹത്തിന് വരാൻ പറ്റാതെ അനുമതി കിട്ടിയില്ല. Indian government prohibited his visa and hence he could not come. അതുകൊണ്ട് സംഭവിച്ചത് TB ജോഷുവ എന്ന് പറയുന്ന മനുഷ്യൻ ആ കാലത്തിൽ മരിച്ചുപോയി. ഭയങ്കര ശക്തമായിട്ട് ഉപയോഗിക്കപ്പെട്ട ഒരുപാട് ഹീലിംഗ് അയാളുടെ ശുശ്രൂഷകളിൽ നടന്നിട്ടുള്ള. Great healing has happened in his ministry. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം, 15 മാസം കഴിഞ്ഞാണ് അമ്മയുടെ വയറ്റിൽ 15 മാസം കിടന്നത്. He was in his mother's womb for 15 months. 15 മാസം അമ്മയുടെ വയറ്റിൽ കിടന്നത്. അപ്പൊ നിങ്ങളെല്ലാം ചോദിക്കും ഇതെന്തൊരു കർത്താവിന് തുടങ്ങിയവന് അവന് സമയമാകുമ്പോൾ അത് പുറത്തു കൊണ്ടുവന്നു. The one who began knows when to bring it out. ആമേൻ, ഹല്ലേലൂയ. നമ്മളാണ് ഈ കണ്ടീഷൻ ഒക്കെ വെക്കുന്നത്. ദൈവത്തിന് അറിയാം എന്തോ ചെയ്യണം, ഏത് സമയത്ത് ചെയ്യണം. നിന്റെ അകത്തൊരു തുടക്കം വന്നിട്ടുണ്ടോ അത് ഭംഗിയായിട്ട് അവസാനിപ്പിക്കാൻ കർത്താവിന് അറിയാം. God knows when to bring it out. യേശുവിനെ കണ്ടുമുട്ടിയിട്ട് പിന്നെയും യേശുവിനെ അന്വേഷിച്ച് നടക്കുന്നവരാ വിക്കാറോ എല്ലാവരും. Many people have met Jesus but still searching. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ പറഞ്ഞു മനസ്സിലായോ? യേശുവിനെ കണ്ടുമുട്ടിയിട്ട് പിന്നെ ആലോചിക്കുക, യേശുവിനെ കണ്ടായിരുന്നു. അതെ, ഈ പലയിടത്തും ഇങ്ങനെ ഓടി നടക്കിയെന്നൊക്കെ പറഞ്ഞ് യേശുവിനെ കണ്ടുമുട്ടാൻ വേണ്ടി പിന്നെ പലയിടത്തും ഇങ്ങനെ അന്വേഷിച്ച് നടക്കും. And they are keeping on searching for Jesus. യേശുവിനെ കണ്ടുമുട്ടിയെന്നല്ലേ, യേശുവിന്റെ കൂടെ നടക്കുക. If you've met him, walk with him. കാര്യം ഈ ആൾക്കിപ്പം മനസ്സിലാകുന്നില്ല യേശു ഏത് കൂട്ടത്തിലുള്ളതെന്ന് അറിയത്തില്ല. Because you don't know which group ഇപ്പൊ Jesus ലിയോ മാർപ്പാപ്പ belongs to. പറഞ്ഞോടുകൂടി അവർക്കും ഭയങ്കര പ്രശ്നമായി. യേശു ഇപ്പൊ വാസ്തവത്തിൽ യേശു ഇപ്പൊ എവിടെന്ന് ഇവർക്ക് ഭയങ്കര പ്രശ്നമായി. ഇപ്പം Big problem. Where is Jesus now? അവരിത്ര വിചാരിച്ച് കന്യാമറിയത്തിൽ കൂടി എങ്ങനെയാലും യേശുവിനെ കാണാൻ വിചാരിച്ച് ഒരു ടിക്കറ്റൊക്കെ എടുത്ത് ഇരിക്കുമായിരുന്നു. അതും അങ്ങ് പോയി. Even the Catholic Church realize they cannot see Jesus. കഴിഞ്ഞ ദിവസം വേളാങ്കണ്ണി പള്ളി എന്ന് പറഞ്ഞുകൊണ്ട് വേളാങ്കണ്ണി പള്ളിയുടെ പരിപാടി തീർന്നു. Velankanni Church is going to close down. ഒരുമാതിരി ലൂർദ് മാത, വേളാങ്കണ്ണി മാത ഇങ്ങനെയൊക്കെയുള്ള മാതാവിന്റെ ഈ പ്രതിഷ്ഠകൾ ഇരുന്നിടത്തെല്ലാം ഭയങ്കര പ്രശ്നമാണ്. കാര്യം അവിടെ എല്ലാം ഡിവിഷൻസ് ഉണ്ടാകും. ഇനി Churches that worship the mother is going to be in trouble now. ഇത്രയും നാളും ആരും ഒന്നും പറയത്തില്ലായിരുന്നു. Nobody said anything until പക്ഷെ ഇപ്പൊ now. ആൾക്കാർക്ക് അറിയാൻ തുടങ്ങി. ഞങ്ങളുടെ ലിയോ അച്ചാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഇനി അവിടെ വലിയ പ്രശ്നങ്ങൾ നടക്കും. Because our head said it, now we are going to be in trouble. എന്തിനു പറഞ്ഞ് യെരുശലേം ദേവാലയത്തിൽ പോയിട്ട് പിറ്റേ ദിവസം ഈ അമ്മ തന്നെ അന്വേഷിച്ചു കുഞ്ഞെന്തിയെന്ന്. After going to the Jerusalem temple, this mother herself was searching for her son. യേശുവിനെ അന്വേഷിക്കുന്നവരായിട്ടല്ല നമ്മൾ നടക്കേണ്ടത്, യേശു കൂടെയുള്ളവരായിട്ട് നമ്മൾ നടക്കേണ്ടത്. Don't keep on searching for Jesus. Walk as if he is with you. മലയാളത്തിലെ ആത്മീയ ഗീതാവനിയിലെ പാട്ടുകളെല്ലാം എടുത്ത് തിരുത്തി ആരെങ്കിലും ഒന്ന് എഴുതിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പറയും 10,000-2,500 പാട്ട് എഴുതി ചോദിച്ചു ഇങ്ങനെ ഇരിക്കുക. ഇത് ഗീതാവലി മൊത്തം ചുമ്മാ പൊട്ടത്തരം പാട്ടുകളാണ് മൊത്തം. Lots of our songs are wrong theologically. ഓരോരുത്തർക്കും ഓരോ വെളിവുകേടിനകത്ത് വരുന്ന വാക്കുകളെല്ലാം വെച്ച് ട്യൂണൊക്കെ നല്ലതായിരിക്കും വെച്ച് കാച്ചിട്ട് ഇത് മനുഷ്യന്റെ അകത്തങ്ങ് ഈ പാട്ട് കയറുക.
And these songs and lyrics get into our heart. അത് മനുഷ്യർക്ക് പാടുന്നവർക്കും ഇത് എന്തോന്ന് അറിയത്തില്ല, ഇത് എഴുതിയവർക്കും അറിയത്തില്ല, മൊത്തമായിട്ട് എല്ലാം ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാകുക. There is total confusion. അത് ഹല്ലേലൂയ. Hallelujah. If you don't come to a conclusion inside, നിങ്ങളുടെ അകത്ത് ഒരു തീരുമാനം വരുന്നില്ല എങ്കിൽ, ഒരു കൺക്ലൂഷൻ ഉണ്ടാകുന്നില്ല എങ്കിൽ, God cannot bring it out. If you don't come to a conclusion within you, God cannot bring it out. നമ്മുടെ അകത്തൊരു തീർപ്പുണ്ടാകണം, അല്ലെങ്കിൽ എങ്ങനെ ഇതിന് റിസൾട്ട് വരുന്നത്? We need to have a conclusion in us to see the result. മോനെ ഇപ്പം ആകാശിനോട് ചോദിച്ചാൽ അറിയാം, അവൻ്റെ ആ ചെറിയ പ്രായത്തിൽ അവൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇപ്പം ഇങ്ങനെ ഒരു വലിയൊരു എന്റർപ്രണർ, അവൻ്റെ അകത്തൊരു സാധനമൊക്കെ ഇരിപ്പുണ്ട്. അവനോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, എനിക്ക് ഇങ്ങനെ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്, ഇങ്ങനെ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലായി ഇത് ഇങ്ങനെ ചെയ്യണോ, ഇത് അങ്ങനെ ചെയ്യണമെന്ന്. He has many ideas as a young entrepreneur, and after some time he will know clearly. രണ്ട് കാര്യത്തെ വന്ന് നിൽക്കുകയാണ്, ഇത് വേണോ അത് വേണോ എന്നുള്ളൊരു തീരുമാനത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്, അല്ലേ? സ്കോട്ട്ലൻഡിൽ പോകണോ, തിരിച്ച് ഇംഗ്ലണ്ടിൽ പോകണോ, അതോ നാട്ടിൽ തന്നെ റോണിച്ചാൻ്റെ കൂടെ നിൽക്കണോ എന്നുള്ളൊരു തീരുമാനത്തിൽ നിൽക്കുക. He is thinking whether he should go back to Scotland or be here in Kerala with Ronichan. അവന് ഇംഗ്ലണ്ടിലോട്ട് പോകാത്തതിന്റെ കാര്യം റോണി പാസ്റ്റർ അവിടെ ഇല്ല. He is not going to Scotland because Ronnie അത് നോക്കി കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി, ആ പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണെന്നറിയാം അവന്. He realized, if I go I'll be in trouble. ഇവിടെ ആണെങ്കിൽ ഫ്രീ ആയിട്ട് പ്രാർത്ഥന കിട്ടും. Here he gets free prayer. അവിടെ ആരുടെയെങ്കിലും പ്രാർത്ഥിക്കാൻ ചെല്ലണമെങ്കിൽ ചുമ്മാ ഒന്നും പ്രാർത്ഥിക്കാൻ ചെന്നാൽ പൊക്കത്തില്ല. There he had to pay money to get prayed. Hallelujah. Praise the Lord. നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ടാകുന്നത്. Often we are confused. നമ്മുടെ ഒരു കൺഫ്യൂഷൻ അല്ല, ഒരു കൺക്ലൂഷൻ വരണം. We need to have a conclusion. നല്ല സഭയ്ക്കകത്ത് കൊണ്ടുവന്നെന്ന് ഒരു കൺക്ലൂഷൻ ഉണ്ടാകണം. We need to have a conclusion that we are in the right church. ഓടിക്കറി വരുമോ മോളെ, എന്തിനാ ഇന്ന് ഇവിടെ വന്നത്? Why you both came here? എന്തോട്ടാ വന്നു ഇവിടെ? എന്തോ വേറെ മോളെ, അവിടെ കുമ്പനാട്ട് ഹെബ്രോനുണ്ട്, ഇങ്ങോട്ട് വരുന്നിടത്ത് ഇവാഞ്ചലിക്ക്, ഇവിടെ ഇപ്പുറത്ത് മാർത്തോമ പള്ളിയുണ്ട്, അതിനപ്പുറത്ത് ചർച്ച് ഓഫ് ഗോഡ് കിടപ്പുണ്ട്, അതിന് ഇച്ചിരി അങ്ങോട്ട് പോയി AG ചർച്ച് കിടപ്പുണ്ട്, ഇവിടെ താഴെ വന്ന് എബിച്ചാൻ്റെ ഒന്നാന്തര AG ചർച്ച് കിടപ്പുണ്ട്, അല്ലേ? പിന്നെ ഏതൊക്കെ ഉണ്ട് പാസ്റ്റേ പറ? എല്ലിമുണ്ട്, എന്തെല്ലാം. വൈ യു കെയിം ഹിയർ? പറയുന്നത് നല്ല ചർച്ച ആയതുകൊണ്ട് വന്നാന്ന് പറ, ഞാനൊക്കെ പറയിപ്പിക്കാം. മനസ്സിലായോ? നമ്മുടെ അകത്ത് വരേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കൺക്ലൂഷൻ ഉണ്ടാകും. വൈ ഐ ആം ഹിയർ. നിങ്ങളുടെ അകത്ത് കൺക്ലൂഷൻ വരണം. കർത്താവ് എന്നെ ഒരു നല്ല സഭയ്ക്കകത്താക്കി. You need to have a conclusion within you that God has placed me in a good church. കൺക്ലൂഷൻ വരേണ്ടി, എനിക്കൊരു ഹെവൻലി ഫാമിലി, സ്വർഗീയമായ ഒരു കുടുംബത്തെ എനിക്ക് കർത്താവ് തന്നു. I have a heavenly family. മോർ ദാൻ ദാറ്റ് ഒരു കൺക്ലൂഷൻ എനിക്ക് നല്ല പാർട്ണർ കിട്ടി. I got a good pastor as well. ഇങ്ങനത്തെ കൺക്ലൂഷൻ ഉണ്ടെങ്കിലേ ഉള്ളൂ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. Only then you can hold on. കൺക്ലൂഷൻ ഇല്ലേ കുഴപ്പമില്ലല്ലോ. യു വിൽ ബി ക്യാരിങ് റെസൊല്യൂഷൻസ്. If you don't have റെസൊല്യൂഷൻ പറഞ്ഞാൽ പറഞ്ഞത് എല്ലാം തീരുമാനം മാറ്റിക്കൊണ്ടിരിക്കും, തീരുമാനങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കും. സാധാരണ നമ്മൾ ഡിസംബർ 31 രാത്രിയിൽ റെസൊല്യൂഷൻ പാസ്സാക്കുന്നത്. പുതിയ വർഷം വരുമ്പോൾ ഒരുപാട് തീരുമാനം എടുക്കും, ഒന്നും നടക്കത്തുമില്ല. If you don't have a conclusion, you keep on making resolutions. You will be walking by resolutions. പോകുന്ന മുഴുവൻ ഓരോ ദിവസവും തീരുമാനമെടുത്ത് എങ്ങോട്ടാ പോകുന്നു ചോദിച്ചാൽ നമുക്കും വ്യക്തതയില്ല. ഞാൻ ഇപ്പൊ ഇങ്ങനെ തീരുമാനിക്കാൻ നാളെ പറയാനൊക്കത്തില്ല. You keep deciding and then you change your decisions. ഞങ്ങളുടെ പണ്ട് കുവൈറ്റിൽ നിന്ന് ഒരു അച്ഛന് അമ്മയും മോളും കൂടി ഇവിടെ വന്നു. പണ്ട് ഒരു 2012 കാലഘട്ടത്തിൽ 2012, one father, mother and daughter came here. അപ്പൊ ഇവിടെ വന്നിരുന്ന ഈ ചർച്ച ഇങ്ങനൊന്നും ഇല്ലിരിക്കുന്നത്. അന്ന് എന്ന് പറഞ്ഞ ഒരു കോഴിക്കോട് പോലുള്ള ചർച്ചയായത്. We had a smaller church. ഒക്കെ വന്നിരുന്ന് കഴിഞ്ഞോണ്ട് അന്ന് ഈ ഫാദേഴ്സ് ഡേ ആയിരുന്നു. It was Father's Day. ആ ഫാദേഴ്സ് ഡേക്ക് അകത്ത് അപ്പൊ ഞാൻ ആദ്യം അച്ഛനോട് പറഞ്ഞു, അച്ഛാ എന്തോ നിങ്ങൾ എന്തോ ആരാന്ന് നമുക്കറിയത്തില്ല. അപ്പൊ അദ്ദേഹം എഴുന്നേറ്റ് എന്ന് വെച്ച് പറഞ്ഞു, ഞങ്ങൾ കുവൈറ്റിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ സാധാരണ എല്ലാ ആഴ്ചയിലും കുവൈറ്റിൽ നിന്ന് ഒരു മാസം കൊണ്ട് എല്ലാ ആഴ്ചയിലും ഓരോ ചർച്ചിൽ പോകും. ചർച്ചുകളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ഞങ്ങൾ നോക്കും. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക, സർവേ എടുത്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. So he said, we've come from Kuwait for holidays and കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ വേറൊരു ചർച്ചിലായിരുന്നു. ഈ അടുത്ത ആഴ്ച ഏത് ചർച്ചിലാണെന്ന് അറിയത്തില്ല. So whenever we come for 1 month holiday, every week we keep visiting different churches and take a survey of how the church is. ഇവിടെ ഫാദേഴ്സ് ഡേ ആയിരുന്നു. ഫാദേഴ്സ് ഡേ അപ്പന്മാരെയൊക്കെ ഓണർ ചെയ്യുന്ന ഡേ ആയിരുന്നു. So that day they came to this church. It was a day of honoring fathers. ഫാദേഴ്സ് ഡേ മദേഴ്സ് ഡേ ഒക്കെ നമ്മുടെ ചർച്ചിലുണ്ട്. We have Father's Day, Mother's Day in our church. ഇന്നലെ ഒരു മോൾ എന്നോട് പറയാ, അത് കൊള്ളാം, ഒരു ഡോട്ടേഴ്സ് ഡേ തന്നെ വെക്കാത്തെന്ന്. And so somebody told me, why don't you keep Doctor's Day? ഡോക്ടേഴ്സ് അല്ല, ഡോട്ടേഴ്സ്. Daughter's Day. ഫാദർ ഉണ്ട്, മദർ ഉണ്ട്, ഡോട്ടേഴ്സ് ഡേ തന്നെ ഇല്ലാത്തതെന്ന്. Why isn't there a Daughter's Day in the church? അങ്ങനെ ഒരു ഇന്റർനാഷണൽ ഡോട്ടേഴ്സ് ഡേ എന്ന് പറഞ്ഞുണ്ടോ? Is there an international Daughter's Day? എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ നമ്മൾ ഉണ്ടല്ലേ.
ഉണ്ടെങ്കിൽ ദൈവമേ ഉണ്ടല്ലേ. അത് ഞായറാഴ്ച എന്നാ വരുന്നത്? Yeah. ഞായറാഴ്ച തന്നെ അല്ലേ? ഇനിയും ഈ ഡോട്ടേഴ്സ് കഴിഞ്ഞ് സൺസ് ഡേ ഉണ്ടോ? എല്ലാ ഡേ ഒക്കെ എല്ലാം ഉണ്ടല്ലേ? We have all these kind of days. അപ്പൊ ആ മോൾ എഴുന്നേറ്റ് എന്ന് വെച്ച് പറഞ്ഞു, ആദ്യമായിട്ട് അവർക്ക് ഒരു അവസരം കിട്ടിയ എൻ്റെ അപ്പ നല്ല അപ്പായ. എന്നിട്ട് പറഞ്ഞു, ഞാൻ കല്യാണം കഴിക്കുവാന്ന് അപ്പായെ പോലെ ഒരാളെ എനിക്ക് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു. So that day that daughter got up and said, I have a good father. അപ്പനും അമ്മയും ഇവിടെ ആകെപ്പാടെ ടിഷ്യൂ ചെലവായതന്ന. അപ്പനും അമ്മയും മോളും എല്ലാം കൂടെ കെട്ടിപ്പിടിച്ചു കൂട്ടക്കരച്ചിലായി. അതുകൊണ്ട് പറ്റിയ ഗുണം എന്നാന്ന് ചോദിച്ചാൽ അടുത്ത ആഴ്ച നോക്കിയാൽ വണ്ടി വിട്ടിരിപ്പുണ്ട്. പിന്നെ ഇവിടുന്ന് പോകുന്നുമില്ല, പിന്നെ ഇവിടുന്ന് ഇതുവരെ പോയിട്ടില്ല. ആയിരിക്കുന്നതാണ് ഇത് എൻ്റെ ഭാഗം തന്നെ അവിടെ ഇരിക്കുന്നത്. So that day the daughter got up and said, ഞാൻ കാര്യം പറഞ്ഞത് അതോടുകൂടി അന്നത്തോടുകൂടി സ്റ്റോപ്പായി. ഒത്തിരി ആൾക്കാർ കറങ്ങി നടന്നിട്ടുണ്ട്. അവരെന്തോ സംഭവിച്ചു, കൺക്ലൂഷൻ എത്താം. അവന് മാത്സ് പഠിക്കുവാ ഇരുന്നത്. ഇത് ഞാൻ ഈ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയിരുന്നപ്പോൾ ഇതുപോലായിരുന്നു. ഒരാളിരുന്ന് വണ്ട് മൂടുന്ന പോലും ഇങ്ങനെ ഓരോരോ ഇങ്ങനെ ശബ്ദം. അപ്പോൾ ഞാൻ നോക്കി, ഇത് എവിടുന്നാണ് ഈ വണ്ട്? ട്രെയിൻ വരുന്നുമില്ല, ഇങ്ങനെ ശബ്ദം കേൾക്കാം. ഇത് കുറേ നേരമായി തുടങ്ങി. ഇനിയിപ്പോൾ ഞാൻ പ്ലാസ്റ്റർ ഒട്ടിക്കണം ഇനി. അപ്പം ഞാൻ ഈ ശബ്ദത്തിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ ഒരു പാസ്റ്ററാ ബെഞ്ചേ കയറി ഇരുന്ന് അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കും. വണ്ട് മൂന്ന് ഈ പ്രസംഗിച്ചോ ഇങ്ങനെ ആയില്ലേ ശബ്ദം. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഒരു നല്ലൊരു മോട്ടോർ കിടന്ന് ഓടുന്നത് പോലെ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഒന്നും അല്ലെങ്കിൽ ട്രെയിൻ വന്നില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ട്രെയിൻ വരാഞ്ഞത് അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഇങ്ങനെ നിർത്തുവാന്ന് തോന്നുന്നു അവിടെ ഇങ്ങനെ. അപ്പോൾ പറഞ്ഞോട്ടി എന്ന് പറഞ്ഞാൽ കണ്ടോ, അവൻ എവിടെ നമ്പർ നിൽക്കുന്നത് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടി താഴെ വീഴും. നമ്മളൊക്കെ ആ പാടെ എണ്ണിയാലും 100, 1000 ഇല്ലേ മാമ, എവിടെ വരെ എണ്ണും എണ്ണിയാൽ. ഇവനതൊക്കെ കഴിഞ്ഞ ചക്കുമ്പോൾ ചന്ദ്രൻ്റെ അപ്പുറത്തങ്ങനെ ലൈറ്റ് ഇയേഴ്സിൻ്റെ അപ്പുറത്തൊക്കെ പോയാൽ എണ്ണുന്നിപ്പം. നമ്മുടെ വിഷയത്തിൽ നിന്ന് പോകുന്നു. അപ്പൊ എന്തോ കൺക്ലൂഷൻ എന്താ വരണം? നല്ലൊരു ഹെവൻലി ഫാമിലി നമ്മളെ കൊണ്ടിരുത്തുന്ന ഒരു കൺക്ലൂഷൻ. നല്ലൊരു പാസ്റ്ററെ കിട്ടിയെന്ന് കൺക്ലൂഷൻ ഇല്ലെങ്കിൽ റെസൊല്യൂഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നാലാമത്തെ കാര്യം carrying the baby, കുഞ്ഞിനെ, ലഭിച്ച കുഞ്ഞിനെ വഹിക്കുക. And the fourth point is carrying the baby we have received. അകത്തിരിക്കുന്ന കുഞ്ഞിനെ എന്ത് ചെയ്യണം? വഹിച്ചോണ്ട് നടക്കണം, വഹിച്ചോണ്ട് നടക്കണം. After we are conceived, we delivered, we have to carry the baby. അതാ പരിശുദ്ധാത്മാവ് നിന്റെ അകത്ത് തരുന്നതാ പിന്നീട് ദൃശ്യമായി വരുന്നത്. And what the Holy Spirit has given you. ഞാൻ 3 ദിവസം പനി പിടിച്ചിരുന്നു. പരിശുദ്ധാത്മാവിന്റെ ഒരു എൻകൗണ്ടർ. 3 ദിവസം പനി എന്ന് പറഞ്ഞാൽ കഠിനമായ പനി. ബ്ലാങ്കറ്റ് 5-6 ഇട്ടിട്ടും എനിക്ക് തണുപ്പ് സഹിക്കാൻ കഴിയുന്നില്ല. Once I had severe fever for 3-4 days. അപ്പം ഷേളി പറയുന്നുണ്ട്, ഷേളി മാമെന്ന് വെച്ച് പറയോ ഒരു കുഴപ്പമില്ല, നോർമലായിട്ടിരിക്കുക. പക്ഷെ എനിക്ക് അത് ഫീൽ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. എനിക്ക് അങ്ങേ അറ്റത്തെ പനിയായിട്ട് കിടക്കുക. So when Shalima came and checked, I was normal, but inside I was feeling so എനിക്കറിയത്തില്ല എന്തോ hot. പനിയാണ്. അപ്പൊ ഞാനിത് ഒരു ദൈവപുരുഷനായിട്ട് ഷെയർ ചെയ്ത് തന്നെ പറഞ്ഞു, ഇത് പരിശുദ്ധാത്മാവിന്റെ എൻകൗണ്ടർ. അന്നാ എന്റെ ഈ മാറ്റങ്ങൾ സംഭവിച്ചതും മുഴുവൻ. Somebody told me that this is not fever, this is an encounter with the Holy Spirit. ദിവസം വായിച്ചാലൊക്കെ വല്ല മനസ്സിലാക്കാൻ വായിക്കുന്നതിന്റെ അപ്പുറത്തൊരു സാധനം കിട്ടാൻ തുടങ്ങിയതൊക്കെ അപ്പോഴാ അന്നേരം. That's when I began to have revelations through the word. പരിശുദ്ധാത്മാവ് നിന്റെ അകത്ത് അതാ പിന്നീട് അങ്ങോട്ട് അതിന്റെ ഒരു എക്സ്പ്രഷൻസാ പിന്നെ കാണാൻ തുടങ്ങുന്നത്. സംസാര രീതികൾ മാറും. And I began to see ആൾക്കാരെ കാണുമ്പോൾ പെരുമാറ്റ രീതികൾ മാറും. My expressions changed, my behavior വാക്കുകൾ അധികാരത്തോടു കൂടിയുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങും. I began to use words with authority. നാട്ടുകാർ മുഴുവൻ നെഗറ്റീവ് പറയുമ്പോൾ നമ്മൾ അതിന്റെ ഇടയിൽ നിന്നുകൊണ്ട് പോസിറ്റീവ് പറയും. When people said negatively, I began to speak positively. ആൾക്കാർ അപമാനിക്കുന്നുണ്ട്, അതിനു മുമ്പിൽ എന്നെ അപമാനിച്ചു. ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഞാൻ ചോദിക്കും. When people used to insult me, I used to go to their house and ask them. ഇപ്പൊ അപമാനിച്ചത് നമുക്കൊന്നും തോന്നുന്നില്ല. അവരോട് സ്നേഹമാ തോന്നുന്നു. When they insult me, I feel love towards them. ഒരുപാട് കളിയാക്കലുകൾ കേട്ടു. So much of insults. ബിഷപ്പ് എന്നൊക്കെ ആൾക്കാർ വിളിക്കുമ്പോൾ പിന്നെ ഞാൻ പറയാൻ തുടങ്ങി, ബിഷപ്പാണ്. When people started calling me bishop, I started എനിക്ക് telling them I മറ്റേ am a ബിഷപ്പ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു. When earlier I used to get upset. വിഷം തരും. ഞാൻ അവരോട് കയറി കർമുറാന്നൊക്കെ വർത്താനം പറഞ്ഞോണ്ടായിരുന്നു. I would speak back to them. ഞാൻ ബപ്പൊക്കെ വീട്ടിൽ വന്ന് ഞാൻ പറയാന്ന് പറയും, ഇങ്ങനെ പറയും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? I used to get so offended. കാര്യം എന്താ, പരിശുദ്ധ എൻകൗണ്ടർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കളിയാക്കലിനകത്ത് ഈ കളിയാക്കിക്കോ,
But after they encounter these sort of അത് ഞാൻ ഇന്നലെ insults did പറഞ്ഞില്ലേ, not ലൂക്കോസ് matter to me. 6:22 അങ്ങനെ ഞാൻ കണ്ടത്. നീ മനുഷ്യർ നിന്നെ ദ്വേഷിച്ച് വിടക്കുന്നു തൊള്ളുമ്പോൾ സ്വർഗത്തിൽ നിന്റെ പ്രതിഫലം വലുതാണെന്ന്. അത് വായിച്ചാൽ മനസ്സിലാക്കണമെങ്കിൽ കർത്താവിന്റെ ആത്മാവ് അകത്ത് വന്ന് ഇത് ഇടപെടണ്ടായോ? That's when I understood the verse in Luke 6 which says, if men call you as a മറ്റേ fool and സങ്കീർത്തനം ഞാൻ reject വായിച്ച് you, രസിച്ചുകൊണ്ടിരിക്കുകയാണ്. rejoice. ശത്രുവിന്റെ നെഞ്ചും കൂടെ അടിച്ച് പൊട്ടിക്കണം എന്ന് പറഞ്ഞ് ഏത് സങ്കീർത്തനം ഉണ്ടെന്ന് ഞാൻ വായിക്കുന്നത്. വൈരികൾ എനിക്ക് ചുറ്റും പാളയെ ഇറങ്ങി എങ്ങനെ കർത്താവെ എങ്ങനെ ഇവനെ കൊല്ലണം എന്ന്. കർത്താവെ അമിത ബലം തരും, ശിംശോന്റെ ബലം വരട്ടെ, ഒറ്റ കുലുക്കിന് എല്ലാം കൂടെ കൊല്ലാമെന്നൊക്കെ വെച്ചാ നടക്കുന്നത്. കണ്ടില്ലേ, നിങ്ങൾ കർത്താവിലൊക്കെ വന്നു കഴിയുമ്പം പരിശുദ്ധാത്മാവായിട്ട് ബന്ധമില്ലെങ്കിൽ ഈ എനിമിറ്റി നിങ്ങളുടെ അകത്ത് കയറും. If you don't have relationship with the Holy Spirit, you will have this enmity within you. അതാ പരിശുദ്ധാത്മാവ് അകത്ത് വരുമ്പോൾ അകത്തു നിന്നാണ് ഇതെല്ലാം ഉണ്ടാകാൻ തുടങ്ങുന്നത്. When Holy Spirit comes within you, from within you, അപ്പൊ all these things. ഇപ്പം കൺസീവ് ആയെന്നറിഞ്ഞ ഈ മോളോട് ചോദിക്കുക, കെസിയ മോളോട് ചോദിക്കുക, കൺസീവ് ആയെന്ന് അറിഞ്ഞല്ലോ, ഉടനെ കാണിച്ചു. എന്താ പറയുന്നത്, നമ്മുടെ എന്താ ടെസ്റ്റ് നമ്മള് ടെസ്റ്റ് കിറ്റ് ഉടനെ കാണിച്ചു പറഞ്ഞു, കണ്ടോ എന്ന് ചോദിച്ചു. ഞാനും കണ്ടെന്ന് പറഞ്ഞു. എനിക്കിപ്പം കണ്ടാലൊക്കെ മനസ്സിലാവും പാസ്റ്റർ. എനിക്കിപ്പോ അറിയാം, പല പിള്ളേർ എന്നെ കാണിക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലാവും. So after you're conceived, you check and show the pastor. അപ്പൊ എന്താ മനസ്സിലായി? കൺസെപ്ഷൻ നടന്നറിയാം, കൺസീവ് ആയെന്ന് മനസ്സിലായി. So then you understood you are conceived. ഞാൻ പറയാ, കെസിയാമോളെ വെരി ഗുഡ്, നാളെ പ്രസവിക്കണം കേട്ടോ എന്ന് ഞാൻ പറയുമോ? Would I tell her, oh very good, deliver tomorrow? നിങ്ങൾ ആരെങ്കിലും ബോധമുള്ളവര് പറയുമോ, അകത്ത് വന്നില്ലേ നാളെ പ്രസവിച്ചോണം കേട്ടോ, ഓ ഞെക്കി മുക്കിയാണല്ലോ നീ അങ്ങ് പ്രസവിക്കും, അങ്ങനെ പറയുമോ നമ്മള്? Will we ever say you have നീ കട്ടിലോട്ട് conceived? കയറി കട അങ്ങ് ഞെക്കി മുക്കി അങ്ങ് പ്രസവിക്കും നാളെ? പറ്റത്തില്ല. അത് You cannot conceive the next day. It's not അത് possible. ടേം തികയ്ക്കണം. You have to finish the നിന്റെ term. അകത്ത് പരിശുദ്ധാത്മാവ് വന്ന പരിശുദ്ധാത്മാവിന് ഒരു ടേം ഉണ്ട്. അതാകുമ്പോൾ നിന്റെ അകത്തുനിന്ന് ചില കാര്യങ്ങൾ പുറത്തോട്ട് വരും. When Holy Spirit comes within you, there is a term that you need to complete for your delivery. ഫീറ്റസ് ഇപ്പൊ ഇരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും സൈസ് ഉണ്ട് മോളെ? അകത്ത് വരുന്ന എന്താ പറയുന്നത്, എഗ്ഗും സ്പേമും കൂടെ ചേർന്ന് എത്ര സൈസ് ഉണ്ടായിരിക്കും? അത് ചെറുതെന്ന് പറഞ്ഞാൽ കടുക് മസ്റ്റാർഡ് സീഡിന്റെ അത്രയുണ്ടോ? അതിലും വലുതാ, ഇച്ചിരി വലുതാ. എത്ര വലുതാ? നമ്മുടെ ലഡുവിന്റെ അത്രയുണ്ടോ? അത്രയില്ല. നീ എവിടെയും ഒന്ന് കൊണ്ട് നിർത്ത്, എവിടെയും നിർത്ത്. ഒരു സൈസ് ബ്ലൂബെറി സൈസ് നിങ്ങളെല്ലാം നോട്ട് ചെയ്തോണം. ഒരു ബ്ലൂബെറിയുടെ സൈസ്. ബ്ലൂബെറി ഏതാ നീ എന്നോട് ചോദിക്കരുത്, അത്രയും സൈസേ ഉള്ളൂ. അപ്പൊ നമുക്ക് കണ്ടില്ല. അപ്പൊ നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, ബ്ലൂബെറി സൈസേ ഉള്ളൂ നമ്മൾ പറയുന്നത്. അത് അറിഞ്ഞപ്പോഴുണ്ടാകും സന്തോഷം എന്തോ. When you find out a tiny zygote is formed, what joy we have within us. മലയാളത്തിൽ എന്താ പറയുന്നത്? ഫീറ്റസിന് എന്താ മലയാളത്തിൽ പറയുന്നത്? എനിക്കറിയത്തില്ല. എന്നും അറിയാമോ? നിങ്ങൾക്കറിയോ ഫീറ്റസിന് എന്താ പറയുന്നത്? നോ ഐഡിയ. അതാ ആ പൊട്ടുപോലെ ഇരിക്കുന്നത് കണ്ടിട്ടാ ഇവിടെ സന്തോഷം. And we are rejoicing over such a small conception. സിസ്റ്റർ എത്ര പ്രാവശ്യം അങ്ങനെ പൊട്ടുപോലെ ഇരിക്കുന്നത് കണ്ട് സന്തോഷിച്ചു? അത് പൊട്ടായി, മൊത്തം പൊട്ടായിട്ടിരിക്കുക. 3 പ്രാവശ്യം അല്ലേ? 3 പ്രാവശ്യം അല്ലേ? പിള്ളേരുണ്ടായവർക്ക് എല്ലാവർക്കും എത്ര പ്രാവശ്യം സന്തോഷിച്ചു? അപ്പൊ ഞങ്ങൾക്ക് അറിയാൻ വയ്യാത്ത ഏതാണ്ട് കിടപ്പുണ്ടല്ലോ. അത് അവിടെ ഇരിക്കട്ടെ. എനിക്ക് അന്നേരം അറിയാമായിരുന്നു. ഞാൻ ആത്മാവില തിരിച്ചറിഞ്ഞിട്ടാണ് ചോദിച്ചത്. വെളിപ്പെട്ടു വരുമെന്നറിയാം. അപ്പൊ നിങ്ങൾ നോക്കി ഇത്രയും ഇല്ലാത്തൊരു കാര്യത്തെ കണ്ടിട്ട് നമ്മൾ സന്തോഷിക്കുകയാണ്. പക്ഷെ സന്തോഷിച്ചോണ്ട് അത് വരുമോ? ഇല്ല. Just because you are rejoicing over it, would it come out? അപ്പൊ തന്നെ നമുക്കറിയാം ടേം ആകണം. We have to finish the term. അതിനൊരു പീരീഡ് ഉണ്ട്. ആ പീരീഡ് ആയിട്ട് അത് വരത്തുള്ളൂ. And after it is over, it would come out. ആമേൻ, ഹല്ലേലൂയ. ഫെയ്ത്ത് അതുപോലെ. Faith is works in the നിങ്ങളുടെ same അകത്ത് വന്ന way. വിശ്വാസം ചെറിയ വിശ്വാസം, അത് വളരട്ടെ, വളരെ അനുവദിക്കടാ മോനെ. Allow the faith that is small എടാ, within it നിന്റെ to അകത്ത് grow. ഹീലിംഗിനെ കുറിച്ചുള്ള ബോധ്യം ചെറിയതാ, കുഞ്ഞ ബ്ലൂബെറി സൈസിലേ ഉള്ളൂ. അതൊന്ന് വളരട്ടെ. The faith in you is so small, allow it to grow. ആമേൻ, ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങളും നോക്കിയാൽ സ്വർഗീയമായിരിക്കുന്ന സകലതും നിന്റെ അകത്തൊരു കുഞ്ഞറിവായിട്ടാ വരുന്നത്.
അറിവിനെ നീ ധ്യാനിച്ചാൽ നിന്റെ അകത്തു നിന്ന് അതിന് പ്രകടമായിരിക്കുന്നു എന്ന് പുറത്തേക്ക് ഇറങ്ങി വരും. All heavenly things come as a small bit of knowledge, but then when you carry it, it will deliver. അതിനെ വഹിക്കണം. അതിനെ വഹിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഒരു സീസൺ ഉണ്ട്. സീസൺ കഴിയുമ്പോൾ അത് പുറത്തു വരും. You have to carry, and once the season is over, it will come out. ഹല്ലേലൂയ. Hallelujah. ഞാൻ പറഞ്ഞില്ലേ, മണിയുടെ കാര്യത്തിൽ, പൈസയുടെ കാര്യത്തിനകത്താണെങ്കിലും നിന്റെ മറ്റ് ലൈഫ് സ്റ്റൈലിനകത്താണെങ്കിൽ എല്ലാ കാര്യത്തിനകത്താലും ദൈവം നിനക്ക് വേണ്ടി നല്ലത് ഒരുക്കി വെച്ചിരിക്കുന്നത്. God has prepared the best for you. 1 കൊരിന്ത്യർ 2:9 എഴുതിയിരിക്കുന്നതല്ലേ, ഒരു കണ്ണ് കാണാത്തത്, ഒരു ചെവി കേൾക്കാത്ത, ഒരു ഹൃദയം ഇതുവരെ തിരിച്ചറിയാത്ത കാര്യം ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് നീ വിശ്വസിക്കണം. You must believe, as in 1 Corinthians 2:9, no eye has seen, no ear has heard, no mind is conceived, what God has prepared for you. സഭാപ്രസംഗി 3:11. Ecclesiastes 3:11. 3:11. അവൻ സകലവും അതതിന്റെ സമയത്ത് ഭംഗിയായി സകലതും ചെയ്യും. ദൈവം എങ്ങനെ ചെയ്യുന്നത്? അതിന്റെ സമയമാകുമ്പോൾ ദൈവം ഏറ്റവും ഭംഗിയായിട്ട് അത് ചെയ്യും. There is a time for everything, and God will do it beautifully Again, in its 11 time. 3-ാം അധ്യായത്തിന്റെ 11 മാസമായതുകൊണ്ട് ഈ 11 വരുന്നത്. And this is the 11th month, that's why the 11th verse is coming നിങ്ങൾ again. വേണമെങ്കിൽ 11-ാം തീയതി ഇത് തന്നെ എടുത്തിട്ട് വെച്ച് വായിക്കുക. 11-ാം മാസത്തിന്റെ 11-ാം തീയതി ഇരുന്നുകൊണ്ട് ഈ 11-ന്റെ ഈ വാക്യങ്ങളെല്ലാം കൂടെ നിങ്ങൾ അങ്ങോട്ട് ഡിക്ലെയർ ചെയ്യുക. രാവിലെ തൊട്ടിരുന്ന് അങ്ങോട്ട് പറഞ്ഞ്, ഇതിനകത്ത് ദൈവം സകലതും ഭംഗിയായിട്ടാണ് ചെയ്യുന്നത്. He has made everything beautiful in His time. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറയാൻ, നിനക്ക് വേണ്ടി ദൈവം എല്ലാം ഭംഗിയായിട്ടേ ചെയ്യത്തുള്ളൂ. God will do everything beautifully for you. നിന്റെ ജീവിതത്തെ ദൈവം എല്ലാം ഭംഗിയായിട്ടേ ചെയ്യത്തുള്ളത്. God will do everything beautifully in your life. ഈ ചുമന്നോണ്ട് നടക്കുന്ന കുഞ്ഞിനെ ഉള്ളിൽ ചുമന്നോണ്ട് നടക്കുന്ന സമയത്ത് കുഞ്ഞിന് ശബ്ദം വല്ലതും ഉണ്ടോ? ഉണ്ടോ മോളെ? കുഞ്ഞ് ഇടയ്ക്ക് ഇങ്ങനെ കേൾക്കുമോ? പിന്നെ നമ്മളെ ഈ മറ്റെന്താ സൗണ്ട്, റേഡിയോഗ്രാം എന്ത് ചെയ്യുന്നു? സോളാർഗ്രാം. അവൻ ചെയ്യുന്ന പറഞ്ഞാൽ ആയിരിക്കും നമുക്ക് ഒരു ബീറ്റ് ഹാർട്ട് സോളാർഗ്രാം എന്നൊക്കെയാ പറഞ്ഞത്. സോണോഗ്രാം അത് ചെയ്യുമ്പോൾ ഡോക്ടർ ഇങ്ങനെ കേൾപ്പിക്കും. ഞങ്ങളുടെയൊക്കെ സമയത്ത് ഞങ്ങളുടെ വലിയമോനുണ്ടായപ്പോൾ ഞങ്ങൾ ഡൽഹിയിലായിരുന്നു. ഡൽഹിയിൽ വെച്ച് ആ ഡോക്ടറിൻ്റെ ഇങ്ങനെ ട്രാൻസിസ്റ്റർ റേഡിയോ പോലൊരു സാധനം. എന്നിട്ട് എന്നോട് പറഞ്ഞു, റോണി ശ്രദ്ധിച്ചേക്ക, PP ജോബ് എന്ന് പറഞ്ഞൊരു മർത്തോമ സഭയിലൊക്കെ ഉണ്ടായിരുന്ന വലിയൊരു ഇവാഞ്ചലിസ്റ്റ് ഉണ്ടായിരുന്നു. PP ജോബിൻ്റെ വൈഫ് മേരി ജോബ് ആയിരുന്നു അന്ന് ഏബുമോനെ നോക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, റോണി ശ്രദ്ധിച്ച്. അപ്പം ഞാൻ പോയിക്കൊണ്ടിരുന്ന മർത്തോപ്പള്ളിയിലായിരുന്നു ഈ PP ജോബും ഒക്കെ. അതുകൊണ്ട് ഞങ്ങളോട് ഭയങ്കര ക്ലോസ് ആയിരുന്നു. നോക്കിയോ, റോണി ട്വിൻസാന്ന് തോന്നുന്നു, 2 ശബ്ദം കേൾക്കാം. അപ്പൊ നമുക്ക് ഭയങ്കര ആഹ്ലാദമായി. ട്വിൻസ് ആണെന്ന് ഞാൻ വിചാരിച്ചു. വെയിറ്റും തന്നിട്ടുണ്ട്, വെയിറ്റും ഒക്കെ ഉണ്ട്. അപ്പൊ അന്ന് ഇതാ മനസ്സിലായ, പിന്നെ മനസ്സിലായ ട്വിൻസ് ഒന്നുമല്ല, ഒരാളെ ഉണ്ടായിരുന്നു. കാര്യം വയറൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെന്ത് പറയും? ഇതെല്ലാം നിഗമനങ്ങൾ. അകത്തുള്ളത് നമുക്ക് ചിലപ്പോൾ നിഗമനങ്ങൾ വരാം. ഈവൻ ഡോക്ടേഴ്സ് ക്യാൻ സേ റോങ് തിങ്സ്. അവർ തെറ്റിപ്പോ, അവർ ഈ സിസ്റ്റം ചിലപ്പം തെറ്റായിട്ട് പറയാം. നിന്റെ അകത്തുള്ളത്, വാസ്തവമായിട്ടുള്ളത് ദൈവം പുറത്തു കൊണ്ടുവരും. What is inside you, God will bring out. ആമേൻ. ചുമക്കുന്ന സമയത്ത് കുഞ്ഞിന് വല്ല ശബ്ദമുണ്ടോ? The baby doesn't have any sound when you carry. കുഞ്ഞ് കരയുന്ന ശബ്ദം കേൾക്കാം അകത്തിരുന്ന്. You can't hear the baby crying. എന്തോ വിളിക്കുന്നത്? നമ്മള് അകത്തിരിക്കുന്നതിന് എന്തോ വിളിക്കുന്നത്? What do you call the baby inside? അകത്തിരിക്കുന്ന ആളെ എന്തോ വിളിക്കുന്നത്? കുഞ്ഞെന്നല്ലേ വിളിക്കുന്നത്? You just call it a baby. പറഞ്ഞേ, അകത്തിരിക്കുന്നതിന് എന്തോ വിളിക്കുന്നത്? നിങ്ങൾ എന്നെ മിണ്ടാതിരിക്കുന്നത്. കുഞ്ഞ് അടുത്തിരിക്കുന്ന ആളോട് പറ, കുഞ്ഞാണ് പക്ഷെ വളരും. It's a baby but it will grow. അകത്തിരിക്കുന്നത് കുഞ്ഞ് പക്ഷെ വളരും. But it will grow. നമ്മുടെ ഇപ്പോഴത്തെ സന്തോഷം എന്താണെന്നറിയാം? കുഞ്ഞായിട്ടിരിക്കത്തില്ലെന്ന് നമുക്കും അറിയാം. We know that it will not remain as a baby. will come, he will come out, she will come out and she will grow. There will be a day he or she will come out and grow. അകത്തിരിക്കുന്നത് കുഞ്ഞറിയോ, കുഞ്ഞിനെ സൂക്ഷിക്കണം, കുഞ്ഞിനെ നോക്കണം എന്നെല്ലാം പറഞ്ഞാലും നമുക്കറിയാം ഈ കുഞ്ഞ് വളരും. We know that this baby will നിങ്ങളുടെ grow. അകത്ത് ദൈവം തന്നിരിക്കുന്ന സകല കാര്യങ്ങളും ഒരു ദിവസം അത് വളർന്നു വലുതാകും. One day whatever God has given you will grow. ചിലപ്പോൾ ദൈവം തരുന്നത് ചെറുതായിട്ട് നമുക്ക് തോന്നും, ഇത്രയേ ഉള്ളൂന്നൊക്കെ വിചാരിക്കും. Sometimes whatever God gives, we think it's too small. ഞാനതിലെ പറഞ്ഞ പുട്ടപർത്തി ചെന്നപ്പോ ഒരു വീട്ടിൽ കയറി ശുശ്രൂഷ ചെയ്തപ്പോ ആ വീട്ടിലെ ആള് വന്നിട്ട് എനിക്ക് 20 രൂപ തന്നു. When I went to Puttaparthi, I got 20 rupees as offering. എനിക്ക് പൈസ വേണ്ട. 20 രൂപ തന്നോണ്ടല്ലേ ഞാൻ തിരിച്ചു കൊടുത്തത്. അവരുടെ കഷ്ടപ്പാടൊക്കെ ഒരു കാര്യം. അവർ ഒരു പാട്ട, ഒരു എന്താ പറയുക, ഓയിൽ പാട്ട, ഗ്രൗണ്ട് നട്ട് പറിച്ചാൽ ഒരു പാട്ടയ്ക്ക് 5 രൂപ കിട്ടുന്നത്. അപ്പൊ 20 രൂപ എന്ന് പറഞ്ഞാൽ 4 പാട്ട പറിക്കണമെന്ന് പറഞ്ഞാൽ ഭയങ്കര കടുപ്പമാണ്. ഇത് പറിച്ചാൽ വരത്തില്ല. ഒരു നല്ല ഹെൽത്തി ഒരു മനുഷ്യൻ 6-7 പാട്ടെ കൂടുതലൊന്നും ഒരു ദിവസം പറിക്കത്തില്ല. പുള്ളി ഇച്ചിരി പ്രായമുള്ള ആളാണ്. അപ്പൊ അയാളുടെ ഒരു ദിവസത്തെ അധ്വാനം 20 രൂപ എന്ന് ഓർത്തോണം. 20 rupees is a hard work for, or one day wages for that person. ഞാൻ അത് തിരിച്ചു കൊടുത്തു. And I gave it. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് പൈസയുടെ ആവശ്യമില്ല,
വേണ്ടെന്ന് പറഞ്ഞു. I said, I don't need. ഉടനെ പരിശുദ്ധാത്മാവ് എന്നോട് പറയാ, നീ കാണിച്ച അങ്ങേയറ്റത് റിയഡായി പോയെന്ന് പറഞ്ഞു. Holy Spirit immediately told me you did a എന്നോട് blunder. പറഞ്ഞു, അയാള് ഹൃദയത്തോട് നിനക്ക് തന്നപ്പോ നീ വേണ്ടെന്ന് വെച്ചോ, ഞാൻ നിനക്ക് തന്നതുപോലെ നീ കരുതണമെന്ന് പറഞ്ഞു. He gave you with all his heart, you ഞാൻ തിരിച്ച് ഓടി rejected. ചെന്ന് പറഞ്ഞു, അച്ചായ എനിക്ക് താന്ന് പറഞ്ഞു. പുള്ളിക്ക് മലയാളം ഒന്നും അറിയത്തില്ല. ഞാൻ അച്ചായെന്നൊക്കെ വിളിച്ചു പറഞ്ഞു, അച്ചായ എനിക്ക് താന്ന് പറഞ്ഞു. അയാൾ വിചാരിച്ചു I എനിക്ക് went ഭ്രാന്താണ്. behind him and said, please give it to me. ഞാനത് തിരിച്ചു വാങ്ങിച്ചു പോക്കറ്റ് ഇട്ടുകൊണ്ട് നടന്നു. I took it in my pocket. അയ്യോ, എനിക്കുണ്ടായ സന്തോഷം നിങ്ങൾ പറയാ, 20 രൂപ ഞാൻ എത്ര നാൾ സൂക്ഷിച്ചു വെച്ചെന്നറിയോ? You know how long I kept that 20 rupees? കാര്യം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാൾ എനിക്ക് കാശ് തരുന്നു 20 രൂപ. First time somebody was giving me money. ചെറുതായിട്ട് നിനക്ക് തോന്നും, It might look small. നിനക്ക് ദൈവം ചെയ്യുന്നത് പലതും ചെറുതായിട്ട്, പക്ഷെ ഒരു ദിവസം വരുന്നുണ്ട് നിന്റെ ജീവിതത്തിൽ അതിന്റെ അപ്പുറത്തെ വലിയ കാര്യങ്ങൾ സംഭവിക്കാൻ. It may look small, but a day is coming, something bigger is going to happen. ഒന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് തോന്നും, പക്ഷെ അത് വളരും. It may look small, it will grow. മധുപ്പാസ്നെ ആ 20 രൂപ വളർന്നെന്ന്, That 20 rupees grew. ആ 20 രൂപ വളർന്ന് എന്തുമാത്രം വളർന്നെന്നറിയാം? 20 രൂപ. You know how much the 20 അയ്യോ, rupees കെട്ടിക്കിനി grew? നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ദൈവം ചെയ്യുന്നതാണെങ്കിൽ അതിനകത്തൊരു വളർച്ചയുണ്ട്. God is doing it, there will be a growth. ആമേൻ, ഹല്ലേലൂയ. നമ്മളെ ഈ ചില കാര്യങ്ങൾ ഇപ്പൊ കുഞ്ഞിനെ നമ്മൾ സൂക്ഷിച്ചാ വളർത്തുന്നല്ലേ? കുഞ്ഞങ്ങോട്ട് ഉണ്ടായി കഴിയുമ്പോൾ സൂക്ഷിച്ചാ വളർത്തുന്നത്. We take care of the baby എന്റെ കാര്യം അറിയാം, നൗ യു ആർ എ കെയർ ടേക്കർ. നീ ഇപ്പൊ അതിനെ സൂക്ഷിച്ച് വളർത്തേണ്ട വ്യക്തിയാ. because you are supposed to take care. ദൈവം തന്ന നന്മകളൊക്കെ ഉണ്ട്, ദാനങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെയൊക്കെ അകത്ത് ദൈവം ചെയ്ത ദാനങ്ങളുണ്ട്, താലന്തുകൾ. Take care of the അത് blessings and the ദൈവത്തിൻ്റെതാണ്. talents. നീ അതിനെ സൂക്ഷിച്ചു കൊണ്ട് നടക്കണം. You have to take care. അതാ ടേക്ക് കെയർ. നിന്നെ വിളിക്കുന്നത് കെയർ ടേക്കർ എന്നാ വിളിക്കുക. കെയർ ടേക്കർ നമ്മളെല്ലാം. You are called the caretaker of God's ദൈവത്തിന്റെ blessings. മഹിമയുടെ അംശത്തെ വഹിച്ചുകൊണ്ട് നടക്കുക നമ്മൾ. കെയർ ടേക്കറാ. Because we are carrying those things that God has given into our care. ദൈവം തരുന്നതിനെ ടേക്ക് കെയർ ചെയ്യാനുള്ള ഉത്തരവാദികളാണ് നമ്മൾ. We are responsible. ചിലപ്പോൾ നിനക്ക് പാടാനായിരിക്കും കഴിവ് വന്നിരിക്കുന്നത്, പാടണം. If you have talent to sing, sing. നമ്മൾ പലരും തന്നെ ഇതിന്റെ പാട്ട് കേട്ടോണ്ടിരിക്കുക. അവർ പാടുന്നത് തെറ്റുന്നുണ്ടോ? അവിടെ അത് അങ്ങനെ അല്ലായിരുന്നല്ലോ അത് പാടേണ്ടത്. അല്ല, ആ വള്ളി മാറിപ്പോയല്ലോ. ഇള്ള എന്നുള്ളത് എള്ളിന്നാന്നല്ലേ പാടി. ഇങ്ങനെ പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കും, കുറ്റം കണ്ടുപിടിക്കാൻ. Don't stand there criticizing others who are doing it. ആ താളം അങ്ങോട്ട് ശരിയായില്ല. ഇന്ന് അങ്ങോട്ട് കഴിഞ്ഞ ആഴ്ചത്തെ കുറച്ചുകൂടെ നല്ലതായിരുന്നു. Last week was better, this week it's not ഈ ആഴ്ച good. ഒരു ഗുമ്മില്ലെന്ന്. There's no energy. പാസ്റ്റർ ഇച്ചിരി ക്ഷീണമെന്ന് തോന്നുന്നു. നമ്മളിതൊക്കെ ജഡ്ജ് ചെയ്യാനാ വന്നിരിക്കുന്നത്. You sit here to judge things. നിങ്ങൾക്ക് പാടാനറിയാം, നിങ്ങളൊക്കെ പാടിക്കണം ശബ്ദത്തില്. If you can sing, you sing. ആ സിയോൻ ഗീതാവേലി 2500 പാട്ടും പാടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. There are people who know. ഒറ്റ ട്യൂണ എല്ലാത്തിനും. ഏത് പാട്ടെടുത്ത ഒറ്റ ട്യൂണ. ഹല്ലേലൂയ. Hallelujah. ആമേൻ. വലിയ കാര്യങ്ങൾക്കായി നോക്കിയിരിക്കുന്നവർക്ക് ബിഗ് ബ്രേക്ക് ത്രൂ ഉണ്ടാകും. ഭയങ്കര. Those who are looking for great things will have a big ഈ breakthrough. ചെറിയ കാര്യങ്ങൾ നോക്കിയിരുന്ന് അവരുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ വരുന്നു എന്ന് നോക്കിയിരിക്കുക. ചെറിയ കാര്യങ്ങൾ സംഭവിച്ചപ്പോൾ സാറയുടെ അകത്ത് കുഞ്ഞിന്റെ കൺസെപ്ഷൻ ഉണ്ടായപ്പോൾ ഷീ ഈസ് ക്യാരിങ് ഇറ്റ് നൗ. എന്തിനാണെന്നറിയാമോ? വാഗ്ദത്തം വരാൻ പോവുകയാണ്. ജാതികൾക്ക് പിതാവായി തീരുന്ന വലിയൊരു കാര്യം സംഭവിക്കാൻ പോവുകയാണ്. Sarah conceived something small, but she's looking for something greater. The promise, the seed for generation. ഇതുപോലൊരു സാധനം കേട്ടോ, നിരാശ. നിരാശയും ഒരു സീഡാ. Depression is also a seed. I have seen many people, even depression വന്നവർ എത്രയോ ആൾക്കാരെ എനിക്കറിയാം. എബ്രായർ 2:16 പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. I want to conclude by reading Hebrews 2:6. വായിച്ചാട്ടെ. എബ്രായർ 2:16. ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാനത്രേ അവൻ വന്നത്. അപ്പൊ അബ്രഹാമിന്റെ സന്തതി എന്ന് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ആക്ച്വലി ഇംഗ്ലീഷിൽ നോക്കിക്കഴിഞ്ഞാൽ സീഡ് ഓഫ് എബ്രഹാം എന്ന സീഡ് എന്നുള്ള വാക്കാണ് വന്നിരിക്കുന്നത്. It talks about the seed of Abraham. സീഡ് എന്ന് പറഞ്ഞാൽ ആരാ അത് വാസ്തവത്തിൽ? Who is a seed? അബ്രഹാമിന്റെ സന്തതി എന്ന് പറഞ്ഞാൽ ആരാ അത്? Who is the seed of Abraham? ഐസക്. അത് ഇസാഹാക്കിനെ കുറിച്ച് അല്ല പറയുന്നത്, യേശു കർത്താവിനെ കുറിച്ച് പറയുന്നത്. It's about Jesus. എവിടെ പോയെന്ന് നോക്കിക്കേ. See where it's going. അബ്രഹാമിന്റെ അകത്തെ ഈ സീഡ് ആരാന്നറിയാമോ? ഇവിടെ നിൽക്കുകയല്ല, ഇതങ്ങോട്ട് സഞ്ചരിച്ച് യേശുവിൽ വന്ന് നിൽക്കുന്നത്. ഇത് the seed is not going to stop with Isaac, it's ending with now Jesus. you have started. നീ ഇന്ന് നിന്റെ വിശ്വാസത്താൽ ചില തുടങ്ങിയാണ്. ഇതിനൊരു പര്യവസാനമുണ്ട്. ഇത് എവിടെ പോകുന്നറിയാമോ? കാൽവറി ക്രൂശിൽ നിനക്ക് വേണ്ടി യാഗമായി തീരുന്ന പരമയാഗമായി തീരുന്ന കർത്താവായ യേശുക്രിസ്തുവിൽ എത്തിച്ചേരുന്നു. You have started something by faith. Where is it going to end? It is going to end in the cross where Jesus has died as a sacrifice for us. വാസ്തവമായിട്ട് ദൈവത്തിന്റെ വിത്ത് ഏതാ? ഐസക് അല്ല. ദൈവത്തിന്റെ വിത്ത് യേശുവാ.
The seed of Abraham, seed of God is not പക്ഷെ അത് Isaac, but വരണമെങ്കിൽ ഒരു തുടക്കം Jesus. ഉണ്ടാകണം. But for that to Hey. come, there has to be a beginning. ചർച്ച നിങ്ങൾ കേൾക്കുന്നുണ്ട്, യേശു വരണ ഇവിടെ ഒരു തുടക്കം വേണം. അതിന് അബ്രഹാമിന് കുഞ്ഞിനെ കൊടുത്താലേ ഒക്കൂ. And for Jesus to come, there has to be a beginning. So Abraham has to be given a seed. അതുകൊണ്ടല്ലേ ഇന്നും അവനെ വിളിക്കുന്നത് യഹൂദ ഗോത്രത്തിലെ സിംഹം എന്നല്ലേ വിളിക്കുന്നത്. That's why he is called the Lion of അപ്പൊ യഹൂദ Judah. എവിടെ നിന്നുണ്ടായി? യഹൂദ ഗോത്രം എവിടെ നിന്നുണ്ടായി? അബ്രഹാമിന്റെ ഈ വിത്തിൽ നിന്ന്. Where did the tribe of Judah come from? Actual From meaning of Abraham. that seed is Jesus Christ. യേശു കർത്താവാണ്. And the real meaning of the seed is Jesus Christ. നമ്മൾ വേറൊരു കാര്യം. അപ്പൊ മറിയോട് ഇത് പറയുന്നുണ്ടെങ്കിൽ മറിയക്ക് ഇതൊന്നും അറിയത്തില്ലെങ്കിലും പറയുന്നത് മറിയ അത് നന്നായിട്ട് സൂക്ഷിച്ചു എന്നുള്ളതാണ്. Mary conceived and took care of it well. വേറൊരു കാര്യം നോക്കുമ്പോഴും നന്നായിട്ട് നോക്കണം. Even when you take care of somebody else's things, you should do it well. അതൊരു വണ്ടി ആയിക്കോട്ടെ, ഒരു വണ്ടി ഇപ്പോൾ ഒരു ആവശ്യത്തിന് വേണ്ടി എടുത്തു കഴിഞ്ഞാൽ വൃത്തിക്ക് സൂക്ഷിക്കണം. If you are taking care of somebody else's vehicle, take care of it well. അങ്ങനെ സൂക്ഷിക്കുക. അങ്ങനെ വേറൊരാളുടെ കാര്യമാണെന്ന് കാണുമ്പോൾ ഒരു ഫോൺ വാങ്ങിച്ചെന്ന് പറയുന്നത് നന്നായിട്ട് സൂക്ഷിക്കുക. അപ്പൊ നിനക്ക് നല്ലത് കിട്ടും. പിന്നെ Take care of whatever is അത് in you, you will get something നശിപ്പിച്ചാൽ better. നിനക്കുള്ളതെല്ലാം നശിച്ചു പോകുന്ന അതിന്റെ അർത്ഥം. You are spoiling it. Whatever you have അത് will be കാറായാലും spoiled. വീടായാലും എല്ലാം ഭംഗിക്ക് സൂക്ഷിക്കാൻ പഠിക്കണം. House or car, take care of it അല്ലേ? well. വാടക വീടാണെങ്കിൽ ആ വീട് നന്നായിട്ട് നോക്കണം. Rented house, you should take care of it well. ചിലര് വാടക വീടാന്ന് വിചാരിച്ചു ചുമ്മാ വെറുതെ അങ്ങോട്ട് ചെല്ലുമ്പോൾ 25 കിലോ ആണി വാങ്ങിച്ചാൽ ഞങ്ങൾ ഭിത്തി മുഴുവൻ ആണി അടിച്ചങ്ങ് വെക്കുക. ഉള്ള സഞ്ചിയെല്ലാം തൂക്കിയിടുക. തമിഴന്മാർ ചെയ്യുന്ന പോലെ എന്നെ കായ സഞ്ചി എല്ലായിടത്തും അങ്ങ് തൂക്കിയിടുക. സഞ്ചി. Rented house, you can't keep piercing nails all over the wall. ഞാൻ വാസ്തവത്തിൽ ഞാനിതിപ്പോൾ പറയുന്ന മുഖസ്തുതി പറയാൻ വിചാരിക്കരുത്. വാടകയ്ക്ക് വീട് കൊടുത്തിട്ട് ആ വീട് ഇത്ര ഭംഗിയായി നോക്കുന്ന ഒരു കുടുംബത്തെ എനിക്കറിയാം. പാസ്റ്റർ രഞ്ജന്റെ കുടുംബം. I know one family that takes care of the rented house is Pastor Ranjan's family. അതിന്റെ പരിസരം, അതിന്റെ ഗാർഡനും, അതിന്റെ ഇപ്പൊ എത്ര പ്രാവശ്യം പെയിന്റ് അടിച്ചെന്നറിയാം ആ വീട്ടിൽ കയറിയതിനു ശേഷം. They painted the house so many times. അതേ നശിപ്പിക്കുക. വാടക വീടല്ലേ, എന്തോ എങ്ങനെയും ഒക്കെ കിടക്കുക. അങ്ങനെയല്ല, വൃത്തിക്ക് നോക്കണം. അപ്പം നിനക്ക് നല്ലത് കിട്ടും. You have to take care of it well, you will get something better. എനിക്കത് ഉദാഹരണം പറയുന്നതിന് ഭയങ്കര സന്തോഷമേ ഉള്ളൂ. കാര്യം ഞാൻ കാണുന്നല്ലേ, എപ്പോഴും പോകുന്നുണ്ടെ കാണുന്നതല്ലേ. അതിന്റെ പരിസരങ്ങളെല്ലാം വൃത്തി. അതിനിപ്പോ എന്തു പണി ചെയ്യണമെന്നുണ്ടെങ്കിലും അദ്ദേഹം റെഡിയാ. They always keep the place very ഞാൻ neat. ചുമ്മാ വാടകയ്ക്ക് താമസിക്കുന്നുള്ള ഉടമസ്ഥനെ എന്നെ വിളിച്ചൊന്നും പറയണ്ട, നിങ്ങൾ ആരെങ്കിലും ഏൽപ്പിച്ച അല്ല, എന്തോ ചെയ്യണമെന്ന് പറഞ്ഞ് ചോദിച്ച് വാങ്ങിച്ച് അങ്ങ് ചെയ്യുക. Because they are staying there, they do whatever the owner requests them to do. ഞാനത് എന്റെ കാഴ്ചയിൽ ഞാൻ പറയാം, അതിന്റെ അഭിവൃദ്ധി അവർക്കുണ്ട്. And they have that prosperity. ഇന്ന് രാവിലെ ഓടാൻ പോയി 10 കിലോമീറ്റർ മാരത്തൺ ഓടി 6ാമത്തെ പൊസിഷനിലും കണ്ടാ വന്നതുള്ളൂ. Today morning he ran marathon, came to the 6th position. 6th പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ആദ്യമായിട്ട് ഇങ്ങനെ പോകുന്ന ഒരാൾക്ക് 6ാമത്തെ പൊസിഷനിൽ എത്തിയെന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. It is a great thing for a first timer. മനസ്സിലായോ? അത് ഈ എളുപ്പമല്ല. കാര്യം ഇത്രയും ഏഷ്യൻ ഗെയിംസ് എന്ന് പറയാൻ പറ്റില്ല. ഏഷ്യയിലുള്ള സകല രാജ്യങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരോട് ഓടുന്നത് 90 വയസ്സുള്ള ആളുടെയൊക്കെ ഇന്നലെ ഗ്യാങ്ങിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, കണ്ടില്ലേ? 90 വയസ്സുള്ള അച്ചായനൊക്കെ ഇവിടുത്തെ 20 വയസ്സുള്ള എന്ന് പറഞ്ഞിട്ടിരിക്കുക. വയ്യ അവന് എഴുന്നേറ്റ് നിൽക്കുമ്പോഴേ അയ്യോ അങ്ങ് കുഴഞ്ഞ് കുറച്ചു നേരം ഇങ്ങനെ നിൽക്കും, കുറച്ചു നേരം അങ്ങോട്ടിടും, കുറച്ചു നേരം ഇങ്ങോട്ടിടും, അങ്ങനെ നിൽക്കുന്നത് അങ്ങ് വയ്യ അവനങ്ങ്. പിന്നെ അങ്ങ് ഇരിക്കുമ്പോൾ നിൽക്കണം തോന്നും, നിൽക്കുമ്പോൾ ഇരിക്കണം തോന്നും, പിന്നെ അങ്ങ് കിടക്കണം തോന്നും. പിന്നെ ഇതങ്ങ് കൊടുക്കാമിക്കുണ്ടല്ലോ, ഇത്ര നാൾ വേണേലും ജീവിച്ചോളും. ഇതാ ഇങ്ങനെ മേളോട്ട് താക്കുക, ഇങ്ങോട്ട് തപ്പുക. ഉറക്കവും വരത്തില്ല, ഒന്നും വരത്തില്ല. ഇതായാലും ഒരെണ്ണം അങ്ങ് കൊടുത്താൽ മതി. മേളോട്ട് കുറച്ചു നേരം വിടും, പിന്നെ താഴോട്ട് കുറച്ചു നേരം വിടും, പിന്നെ ഇങ്ങോട്ട് കുറച്ചു നേരം വിടും, പിന്നെ അങ്ങോട്ട് കുറച്ചു നേരം വിടും. അപ്പോഴത്തേക്ക് കുഞ്ഞ് ക്ഷീണിച്ച് ചിലരെ ഒന്ന് ഉറങ്ങും, പിന്നെ എഴുന്നേറ്റ് പിന്നെ ഇതാ പരിപാടി. ആൽഫയോ എന്തൊക്കെയാണ് ഇവരുടെ പേര്? ആൽഫ, ബീറ്റ, ഗാമ, ജെൻസി, എന്തൊക്കെയാടാ മോനെ നിങ്ങളുടെയൊക്കെ പേരെന്തോടാ? ജെൻസി, ജെൻഎക്സോ, ജെൻ ആൽഫയോ, എന്തൊക്കെയാടാ മോനെ? ഇവിടെ ജൂബിയെ നോക്കിയാ ജെൻസി ആയതുപോലാണല്ലോ ഇരിക്കുന്നത്. ഈ പിള്ളേരുടെ ഇടയിൽ ഇരുന്നിരുന്ന ജെൻസി ആയിപ്പോയോ? ആ പിള്ളേർ എന്തൊക്കെയാ ഇപ്പം, എന്തൊക്കെയാ അവർക്ക് തന്നെ അറിയത്തില്ല, എന്തോ എങ്ങോട്ടേ പോകുന്നതെന്നോ ഒരു പിടിയും കിട്ടുന്നില്ല. അവിടെ ഇവിടെയാണ് നമ്മൾ എഴുന്നേറ്റ് നിന്ന് മോഡലായിട്ട് നിൽക്കണം. ഞാനിപ്പോ ദൈവം നല്ലത് തരുമെന്ന് നമ്മളെ ഏൽപ്പിച്ചത് ഭംഗിയായിട്ട് കൊണ്ടുകിടന്നാൽ ദൈവം നല്ലത് തരും. ഞാൻ ബീങ് എ പാസ്റ്റർ, എന്നെ ഒരു ചർച്ചിൽ ശുശ്രൂഷയ്ക്ക് വിളിച്ച് ഞാൻ അവിടെ പോയി കലക്കുണ്ടാക്കത്തില്ല, കലക്കത്തില്ല. ഞാൻ ആദ്യമേ ചോദിക്കും, നിങ്ങൾ ഇവിടെ എന്താ സംസാരിക്കുക? സംസാരിക്കുന്നതിനോട് ചേർത്ത് ഞാൻ സംസാരിക്കും. If I am invited to a church, I don't bring division there. ഞാനിങ്ങനെ ഇതൊക്കെയാണ് നിങ്ങളുടെ പാസ്റ്റർ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ 2 ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ സഭ 4 ആകും.
I will never അപ്പൊ speak. ഞാൻ വെളിയിലോട്ട് ഇറങ്ങുക, ഒരു 5-6 പേര് എന്റെ കൂട്ടത്തിൽ നിന്ന് പറയും, ഞങ്ങളിത് കുറെ നാളായിട്ട് പറയാ പാസ്റ്റർ ഇത്രയും ധൈര്യമുള്ളൂ കേട്ടോ, ശിംശോന്റെ ആത്മാവാന്നൊക്കെ പറയും. നമ്മൾ ഒരിടത്ത് ചെല്ലുന്നത് അവിടെ കലക്കം ഉണ്ടാകാനല്ല ചെയ്യുന്നത്, കലങ്ങി കിടക്കുന്നതിനെ നമ്മൾ ഒന്നിപ്പിക്കാനായി നമ്മൾ We ആഗ്രഹിക്കുന്നു. don't go to a place to cause division, but to bring unity. അങ്ങനെയാണെങ്കിൽ ദൈവം നല്ലത് വരും. If so, God will give you something good. അങ്ങനെയാണെങ്കിൽ എല്ലാം പെർമനന്റ് ആയിരിക്കും. Everything will be permanent. പെർമനന്റ് ഹെൽത്ത്, Permanent health. പെർമനന്റ് ജനറേഷൻ. Permanent generation. ഹല്ലേലൂയ. എബ്രായർ 11:11 ഒന്നുകൂടെ വായിക്കാം. 11-ാം മാസമായതുകൊണ്ട് 11-ാമത്തെ അധ്യായത്തിന്റെ 11-ാം വാക്യം. മറ്റന്നാള് എഴുന്നേറ്റിരുന്ന് 11-ാം തീയതി ഇരുന്ന് ഒന്നുകൂടെ വായിക്കണം. Amen. എന്നിട്ട് ഉറപ്പിച്ചോണം. Hallelujah. Thank അടുത്ത കുഞ്ഞുകൂടെ വരട്ടെന്ന് പറയണം. you, Jesus. വിശ്വാസത്താൽ സാറയും സാറ By faith, Sarah. വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെ നിന്നുകയാൽ വിശ്വസ്തനെ എണ്ണിയപ്പം പ്രായം കഴിഞ്ഞിട്ടും Which പുത്രോത്പാദനത്തിന് means ശക്തി പ്രാപിച്ചു. സാറ കൺക്ലൂഷനിലെത്തി. കൺക്ലൂഡഡ്. എന്താ സാറയുടെ കൺക്ലൂഷൻ? എന്താ? ഇവൻ വിശ്വസ്തൻ. Sarah concluded that he is faithful. എന്താണ് അവൾ പറയുന്നത്? ഇവൻ വിശ്വസ്തനെങ്കിൽ കുഞ്ഞുണ്ടാകാനുള്ള ശക്തി വരും. If he is faithful, I will have the strength to conceive. ഞാൻ ഇനി ആണുങ്ങളോട് പറയട്ടെ, ഇത്ര പ്രായമുള്ളവർക്ക് ഇതിനകത്ത് ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, 100-ാം വയസ്സിൽ all his instruments were working perfectly. I want to tell all the men at 100 years, Abraham was healthy and everything was working fine for him. ഒത്തിരി ആണുങ്ങൾ ക്ഷീണിച്ചൊക്കെ ഇരിക്കുക, ഞാൻ വയ്യ, എഴുന്നേറ്റിരിക്കും, കിടക്കണം തോന്നുന്നു, വയ്യ എന്നൊക്കെ പറഞ്ഞിരിക്കുക. ഇല്ല, Many old men are tired. പകല് മുഴുവൻ ഭയങ്കര ജോലിയായിരുന്നു, രാത്രിയും കിടന്നുറങ്ങലും. നിങ്ങൾ ഓർത്തോണമേ, ഹല്ലേലൂയ, വലിയ ഭയങ്കരമായിരിക്കും, ദൈവികമായിരിക്കും ഇടപെടലിലാണെങ്കിൽ ക്ഷീണമെന്ന് പറയുന്ന എടുത്ത് ദൂരക്കളയും. When God intervenes, there is no tiredness. ഞാൻ ഇത്ര നേരം സ്ത്രീകളോട് സംസാരിച്ച പുരുഷന്മാരോട് പറയുകയാണ്, ഹല്ലേലൂയ, 100 വയസ്സൊന്നും ഇവിടെ ഒരു വിഷയമല്ല. 100 years is not a problem here. ഹല്ലേലൂയ. Hallelujah. ദൈവം അവിടെ അത്ഭുതം ചെയ്യണമെങ്കിൽ നിന്നിൽ ആ പ്രവൃത്തി ആരംഭിക്കുന്നു. If God has to do a miracle, God has to do a work in you. ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാ പുരുഷന്മാരും ഇതിനകത്തിരിക്കുന്ന എല്ലാവരും, കല്യാണം കഴിച്ചവരും കല്യാണം കഴിക്കാത്തവരും എല്ലാം ഓർത്തോണമേ, കുടുംബം എന്ന് പറയുന്നത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം വലിയ അത്ഭുതകരമായ ഒരു മണ്ഡലം. All men, married and unmarried, remember, a family is important to God. ആ ഫാമിലിക്കകത്താണ് ദൈവം അനുഗ്രഹത്തിന്റെ കലവറകളെ ഒഴുകുന്നത്. And God will release His blessings upon തലമുറകളിലേക്ക് ഇത് family. ഒഴുകി പോകണം. നിങ്ങൾ ഇന്ന് രാവിലെ ഈ എന്റെ ഈ കേൾവിയിൽ കൂടി നിങ്ങൾ ദൈവത്തെ വിശ്വസ്തനെ എണ്ണുകയാണെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങളുടെ അകത്ത് അങ്ങനെ ഒരു വിശ്വാസം വരുന്നുണ്ടെങ്കിൽ, നടക്കത്തില്ലെന്ന് പറഞ്ഞ ചില സാധനങ്ങളില്ലേ, അവിടെ അത്ഭുതം നടക്കും. If you have this faith, whatever is impossible will happen. ഹല്ലേലൂയ. Hallelujah. കണ്ണുകളെ അടച്ചു നമുക്ക്